നമസ്കാരം, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ചിരിക്കാൻ റെഡിയാണോ? ആണോ? എന്നാ പിന്നെ കാര്യക്കാരെ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടൻ ആൻഡ് അംബികാമ്മ. സ്വാഗതം. സ്വാഗതം. സുസ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വന്നപ്പോൾ പൂക്കുറ്റി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വരുമ്പോഴൊക്കെ പൂക്കുറ്റി ഉണ്ട്. പൂക്കുറ്റി എല്ലാ എപ്പിസോഡിലും ഉണ്ട്. ഉണ്ടല്ലേ? നിങ്ങൾ വരുമ്പോ പൂക്കുറ്റി മറക്കത്തില്ല. അത് നമ്മൾ കൃത്യമായിട്ട് തരും. അതെ കുറ്റിയും പറിച്ച് വരുന്നതുകൊണ്ട് പൂക്കുറ്റി. കാര്യം ഞങ്ങൾ നല്ല എനർജി, അപ്പൊ ഞങ്ങൾ വരുമ്പോൾ അതല്ലാതെ അംബികാമ്മ പറഞ്ഞ പോലെ കുറ്റിയും പറിച്ച് വരുന്നുണ്ടല്ല. പിന്നെ ഒരു കാര്യം എടുത്ത് പറയണം, ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ഷോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു. കൂടുതൽ ആൾക്കാർ നമ്മുടെ ഷോ സ്ഥിരമായിട്ട് കാണുന്നു എന്നറിയുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. നമ്മളെപ്പോഴും അഹങ്കാരത്തോടെ പറയാറുള്ള പോലെ കണ്ടന്റിന്റെ പുതുമ, തമാശയുടെ ക്വാളിറ്റി, പുതിയ പുതിയ ടീമുകൾ വരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുള്ള പുതിയ ആൾക്കാർ. ഒരുപാട് പേര് നമ്മളോട് പങ്കെടുക്കാൻ ആഗ്രഹം അറിയിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം വരും എപ്പിസോഡുകളിൽ കൂടുതൽ പുതിയ ടീമുകൾ നമ്മളുടെ ഫാമിലിയിലേക്ക് വരും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ? ഓക്കെ, എനർജി അല്ലേ? ഉഷാറായിട്ട് അവർക്ക് ചാറ്റ് കൊടുത്തിട്ട് ഉറപ്പ് വരുന്നേ. ചാറ്റ് അല്ല, ഹായ് പ്ലീസ്. പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പല അതിഥികളും വരാറുണ്ട് അല്ലേ? പക്ഷെ ഒരു വല്ലാത്ത ഒരു അതിഥിയെ നിങ്ങൾ കാണാൻ പോവാണ്. അങ്ങനത്തെ ഒരു കിടിലൻ ടീമാണ് വരാൻ പോകുന്നത്. അതിഥി എന്തായാലും നമ്മളെ ചിരിപ്പിക്കുമല്ലോ. ഉറപ്പായിട്ട് ചിരിപ്പിക്കും. കാര്യം അത്രയും വ്യത്യസ്തമായ ഒരു കോണ്ടന്റ് ആയിരിക്കും. വെരി ഗുഡ്. കൊണ്ടുവരുന്നത് മനു കുമാരി, പ്രസാദ് കോവളൻ, അഭിജിത്ത് കൊല്ലം. അമ്മേ ശരണം ദേവി ശരണം. താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റേജിൽ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. ഇന്നത്തെ കലാപരിപാടി അവതരിപ്പിക്കുന്നത് പ്രശസ്ത TV കലാകാരന്മാരായ മനു കുമ്പാരിയും പ്രസാദ് കോവളവും ചേർന്ന് ഒരുക്കുന്ന ഹാസ്യവിരുന്ന് ഓടരുതമ്മവ കോമഡി പറയാം. കൃത്യം 9 മണിക്ക്. അമ്മേ ശരണം ദേവി ശരണം. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താര്. ഹലോ, ജലജേ, എടി ഞാൻ അമ്പലത്തിൽ പോയി. ഞാൻ റെഡിയായിട്ടോ. നീ റെഡിയായോ? അയ്യോ, റെഡി ആയില്ലേ? അയ്യോ, 10 മിനിറ്റ് കഴിഞ്ഞ് പോകാൻ ഇറങ്ങാൻ പറ്റത്തില്ല. ആ കാലമാടൻ ഇങ്ങോട്ട് കയറി വന്നാലേ പിന്നെ എനിക്ക് എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടത്തില്ല. ആണോ? ഒരു കാര്യം, ഞാനിപ്പോഴെന്തായാലും ഇറങ്ങാം. നീ അങ്ങ് അമ്പലത്തിനടുത്ത് വന്നാൽ ഞാൻ അവിടെ കാത്തു നിന്നോളാമേ. ഓക്കെ, ശരി ശരി ശരി. അയ്യോ, ആ കാലം വന്ന്. എവിടെ പോണ്? അല്ല, നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൽ ഇപ്പൊ ഘോഷയാത്ര വന്ന് കഴിഞ്ഞാലേ നമ്മളെ TV-യിൽ പരിപാടി അവതരിക്കുന്ന മനു കുമ്പാരിയും പ്രസാദ് കോവളവും നയിക്കുന്ന മിമിക്സ് പരേഡ് ഉണ്ട്. ബാ, കാണാൻ പോവാം. അവന്മാരുടെ പരിപാടി TV കണ്ടിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ സ്റ്റേജിൽ പോയി കാണാൻ താടി പറയുന്നത്. അയ്യോ, ഒരു കാര്യം ചെയ്യും, ഒന്ന് ചിരിച്ചു കളാ. എപ്പോഴും ഇങ്ങനെ കപ്പടാ മീശയും വെച്ച് ദേഷ്യപ്പെട്ടിങ്ങനെ എന്നാലേ എന്തോ കാര്യം. ചിരിച്ചാലേ ആയുസ് കൂടും എന്നാ പറയുന്നത്. അയ്യോ, വേണ്ട വേണ്ട, ആയുസ് കൂട്ടി കൊടുക്കണ്ടേ നീ വെറുതെ. എന്തോടെ പറയുന്നത്? അല്ല, ഒന്നും പറഞ്ഞതല്ല. അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാ. എന്നാ നീ പോകണ്ട. അതെന്താ? ഞാൻ ഇന്നലെ കൂടി പറഞ്ഞാണല്ലോ എനിക്ക് അമ്പലത്തിൽ പോണെന്ന്. ഇന്നലെ അങ്ങനെ വലതും പറഞ്ഞാണ്, പക്ഷെ ഇന്ന് നീ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? റിപ്പീറ്റ് അടിച്ചടിച്ചടിച്ച് നശിപ്പിച്ച സാധനമാണ് ഈ നാഗവല്ലി. ഇനി ഇതെങ്ങാണ് എന്റെ മുമ്പിൽ പറഞ്ഞ് അടിച്ച് ചെവുക്കല്ലി ഞാൻ പൊളിക്കും. പിന്നെ നല്ല ഒന്നാന്തര ചിക്കനാണ്. ഇത് കൊണ്ടുപോയി കൊടംപുളി ഇട്ട് വറ്റിച്ചങ്ങ് പോയി. കൊടംപുളി ഇട്ട് വറ്റിച്ച് വെക്കാനോ ചിക്കൻ? പിന്നെ തേങ്ങ അരച്ചങ്ങ് പോയി. തേങ്ങ അരച്ച് വെക്കാനോ? മനുഷ്യ, ഒന്നാമത് ഇവിടെ പച്ചിപ്പനി കിച്ചിപ്പനി എന്ന് പറഞ്ഞ കുറെ അസുഖങ്ങളുള്ളതാ. ഫ്രഷ് ചിക്കൻ ആണോ ഇത്? ഫ്രഷ് ആണോന്നോ? എന്റെ തറവാട്ടിൽ എന്റെ കൺമുമ്പിൽ വളർന്ന കോഴി ഇന്നേ വരെ ഒരു പൂവൻ കോഴിയുടെ സ്പർശനം പോലും ഏറ്റിട്ടില്ല. അത്രയ്ക്കും ഫ്രഷാ. എന്തായാലും ഇതിപ്പോ ഇന്ന് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് നാളെ രാവിലെ അങ്ങനെ വെക്കാൻ നോക്കാം. ഇന്ന് വെച്ചില്ലെങ്കിൽ അടിച്ച് കൊല്ലും ഞാൻ. കൊല്ലും ഒറ്റ തവണയെ കൊല്ലു. അപ്പൊ നീ ഇന്നൊന്നും ചെയ്യത്തില്ല? ഞാനൊന്നും ചെയ്യത്തില്ല. എനിക്ക് എന്ത് ചെയ്യാൻ വയ്യ. ഞാൻ ചോദിച്ചോട്ടെ, നീ എന്റെ കൂടെ സുഖിക്കാൻ മാത്രമായിട്ട് വന്നതാണടി? അയ്യോ, സുഖിജീവിക്കുന്ന കാര്യമൊന്നും പറയണ്ട. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ജീവിതത്തിൽ ഇതുവരെ സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് വെറുതെ അല്ല, കണ്ണീര് കുടിച്ചാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. കണ്ണീര് കുടിച്ച് ചുമ്മാ നാളടി നിനക്ക് BP വന്നത്. ഈ കണ്ണീരിനകത്ത് മൊത്തം ഉപ്പ. അതുകൊണ്ട് നീ ഇനി കണ്ണീര് കുടിക്കണ്ട. അയ്യോ, നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, ആ അമ്മാവനാ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. അറിയാമോ? അമ്മാവൻ എന്തോ ചെയ്തു? അമ്മാവൻ എന്തോ ചെയ്തെന്നോ? ഈ അമ്മാവനല്ലേ നമ്മുടെ കല്യാണം നടത്തി തന്നത്. ആ ഒറ്റ കുറ്റബോധം കാരണമാണ് അമ്മാവൻ തൂങ്ങിച്ചത്തത്. തൂങ്ങിച്ചത്തല്ലേ? പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അടിയിടിയൊക്കെ കൊണ്ട പാടുണ്ടല്ലോ. പിന്നെ അടിച്ചിട്ട് ചത്തില്ല, പിന്നെ കെട്ടിത്തൂക്കി കൊല്ലട്ടെ. ഞാൻ അങ്ങനെ എനിക്കിപ്പൊ കറി കിട്ടണം, അല്ലാതെ നിന്നെ ഞാൻ എങ്ങോട്ടും വിടത്തില്ല. എന്റെ ദൈവമേ,
നിങ്ങളുടെ അമ്മൂമ്മ എവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്ക് ഒരു ഒന്നും വിഷമം ഉണ്ടായിട്ടില്ലായിരുന്നു. അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്താടി എന്നെ മൂക്കി വലിച്ചു കയറ്റു. അമ്മൂമ്മ നിങ്ങളെക്കാളും സ്നേഹം എന്നോടായിരുന്നു, അറിയാമോ? പക്ഷെ എന്തോ ചെയ്യാനാന്ന് പറ, ആ പാവം തള്ള എന്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞ് മരിച്ചത്. എന്നാലും അവരെ കഴുത്തം ധരിച്ച് കൊന്നതാണെന്ന് പറയരുത്. ഞാൻ കൊന്നു. നീ കൊന്ന്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഇല്ല, ഞാൻ വീട്ടിൽ പോകും. നീ പോകത്തില്ല. എനിക്ക് വീട്ടിൽ പോണം. നീ പോകണ്ട. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പട്ടില്ല എവിടെയാ. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് വീട്ടിൽ പോണോ. നീ എന്താടി ജാൻമണി കാണിച്ച് എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്ന? തല്ലിയത് ശരിയായില്ല. എനിക്കും അത് തോന്നിയായിരുന്നു. അയ്യോ, അതല്ല പറഞ്ഞത്. തല്ലിയല്ലേ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ ഇനിയും ഞാൻ നിന്റെ തല്ലി നിൽക്കത്തില്ല. എന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടത്തില്ല. ഇല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. ഹലോ, എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. അതിനെന്തിനാണ് ഈ പാ? പോകുന്ന വഴിക്ക് ആ മിമിച്ചൂടെ കണ്ടിട്ട് പോകാൻ. എന്നാലും അവന്മാരുടെ കുന്തളിപ്പ് കാണണമെന്നാണ് നിനക്ക് ആഗ്രഹം. ഇല്ല, അയ്യോ, എന്റെ ദൈവമേ, എത്ര നല്ല മനുഷ്യന്മാരെ നിങ്ങൾ മേളിലോട്ട് കൊണ്ടുപോകുന്നു. ഈ കാലമാടിനെ ഒന്ന് കൊണ്ടുപോ. നീ പറഞ്ഞോടനെ കാലിനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവല്ലേ? വേണ്ട, നീ പറയണ്ട, ഞാൻ തന്നെ വിളിച്ചു പറയാം. ഹലോ കാല, ഫ്രീ ആയിട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോണേ. ഞാൻ കുളിച്ച് റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. ഓക്കെ, കൊണ്ടുപോണേ കാല. കാലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കളിയാക്കിന്ന്. ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് നിൽക്കാടി. കാലം വരുന്നു, എന്നെ കൊണ്ടുപോകുന്നു. അവളുടെ കുഞ്ഞമ്മയുടെ ഒരു കാലം. ഹലോ ഹലോ കുഞ്ഞുമോളെ. വല്യണ്ണ, എന്തോണ്ടാ? എന്തോ ചെടി? ഒന്നും പറ്റില്ലണ്ണ. നീ എന്ത് കരയുന്നേ? ഞാൻ കരയുന്നൊന്നുമില്ലണ്ണ. നിന്റെ മനസ്സൊന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഞാൻ പറയട്ടെ? പറയണ്ണ. നീ അവിടെ ഉള്ളി അരിയ. അയ്യോ, ഞാനിവിടെ ഉള്ളി അരിയുവാ. ഒത്തിരി ഉള്ളി അരിയാനുണ്ട്, അരിഞ്ഞ്. അതുകൊണ്ട് ഇത്രയും കരയുന്ന. അതെ, നമ്മുടെ ഫ്ലോട്ടിൽ വേഷം കെട്ടി നിൽക്കുന്ന ഒരു പയ്യനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഫുഡ് തികഞ്ഞില്ല, ചോറ് കൊടുത്തേക്കണേ. കറിയൊക്കെ കുറവാ, കുഴപ്പമൊന്നുമില്ല. ഉള്ളത് മതി. ചോറ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാരോ? ഓക്കെ. ശരി. ശരി, എന്നാ ഞാൻ റെഡിയാക്കി വെക്കട്ടെ. ഇനി ഈ വീട് തന്നെ എന്താ കമ്മറ്റിക്കാരന്മാർ പറഞ്ഞത്? ചാപ്പാട് വല്ലതും കിട്ടുമെന്നു. ആരും ഇല്ല ഇവിടെ? ആളുണ്ട്. ഞാനോ? അയ്യോ, ഒരു ചേട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് നീ വന്നാൽ മതിയെന്ന്. അയ്യോ, അതെന്റെ ചേട്ടൻ അറിയാണ്ട് വിളിച്ചതാ. അയാൾക്ക് നമ്പർ തെറ്റിപ്പോയി കാണാനോ. കൊണ്ടുപോകരുത്. ഈ പാതിരാത്രി ഞാൻ ഇവിടെ പോയി ഞാൻ കൊണ്ടേ പോവുള്ളൂ ഇവിടെ. അയ്യോ, ആള് കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് തിന്നാം. അപ്പൊ കൊന്ന് തിന്നോണ്ട് പോവാനുള്ള പരിപാടി. എന്റെ പെണ്ണുമ്പിള്ള കമ്മറ്റിക്കാരന്മാർ പറഞ്ഞില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടുമെന്ന്. അത് ഈ വീടാണോ? വല്യണ്ണം പറഞ്ഞിട്ട് വന്നതാണോ? വലിയ അണ്ണാനാ ചെറിയ അണ്ണാനാ എനിക്കറിയണ. ഒരുത്തം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ. അപ്പൊ ഇവിടെ തന്നെ സംഭവം. ചെരുപ്പ് ഊരണ്ട. അത് ഞാൻ ഇടാറില്ല. കയ്യഴിയില്ല. അത് കഴുകാറുമില്ല. ആണല്ലേ? ഇരിക്കാൻ പറ്റുമോ? അതിനൊരു കുഴപ്പമില്ല. അപ്പൊ എന്താ അറിയോ, ഞാൻ അമ്പലത്തിലോട്ട് പോകുന്ന വെപ്രാളത്തിലായി പോയി കേട്ടോ. പെട്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്ത്. ഞാനൊക്കെ ചോറും കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ അമ്പലത്തിൽ അന്ന് ഘോഷയാത്ര ഉണ്ടാകും. ചേട്ടനാണെങ്കിൽ വിടത്തുമില്ല. ഞാനാണെങ്കിൽ ചേട്ടനടുത്തപ്പോ ഒരു സംഭവം പറഞ്ഞോണ്ടിരിക്കുക. കാലാന്ന് വിളിച്ച് പ്രശ്നങ്ങളായി. നിങ്ങളെ കണ്ടപ്പം നിങ്ങൾ ഒരേ രൂപം. എന്തൊരു കഷ്ടമാണ്. ഒഴിക്കാനൊന്നുമില്ലേ? പിന്നെ ഒഴിക്കാനുണ്ട്. തൊടുകറി എടുത്ത് തീർത്തില്ലോ. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ എടുക്കട്ടെ? സാമ്പാർ മതി. സാമ്പാർ ഇഷ്ടമല്ലേ? പിന്നെ സാമ്പാറല്ലേ ഇഷ്ടം. ആണല്ലേ? ഇതാ കഴിച്ചാട്ടെ. അപ്പോ ഇന്നലെ വെച്ച സാമ്പാറാണോ? ഇന്നലത്തെ സാമ്പാർ നിങ്ങൾക്ക് തരുവോ? മെനഞ്ഞാന്നത്തത്. ഇത് നിങ്ങൾ എന്തോന്ന് സ്വഭാവം കാണിക്കുന്നത്? മെനഞ്ഞാന്നത്തെ സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് വരൂലേ? ഒന്നുമില്ല, 4-5 മണിക്കൂർ ലോറിയിൽ നിന്ന് പോവേണ്ടതാ. അല്ല, നിന്നാലും പൊക്കോളും. എന്തോന്നു ലോറി കഴിക്ക്. പിന്നെ എന്തുവാ കാലേട്ടന്റെ പേര്? കാലൻ. എനിക്ക് നല്ലൊരു പേരുണ്ട്. എന്തുവാ? കലേഷ്. കാലിലിടാൻ പറ്റിയ പേര് കലേഷ്. പിന്നെ കുട്ടിക്ക് അറിയാവോ, ഈ കേരളത്തിൽ കാലന്റെ വേഷം ചെയ്യാൻ ഇപ്പൊ ഒരേ ഒരാളേ ഉള്ളൂ. അയ്യോ, അത് കണ്ടപ്പോഴേക്ക് മനസ്സിലായി. അത് ഈ കലേഷാണ്. അതും പോരാഞ്ഞിട്ട് നല്ല കലികാരനുള്ള അവാർഡില്ലേ ഇപ്രാവശ്യം എനിക്കാ കിട്ടിയത്. ആണല്ലേ? കാലിനുള്ള അവാർഡ്. പക്ഷെ എന്റെ അണ്ണൻ നോമിനേഷൻ കൊടുത്തിരുന്ന പുള്ളിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. രൂപം നിങ്ങൾക്ക് ആകെങ്കിലും മെയിൻ കാലൻ അതാ. പിന്നെ വേറൊരു കാര്യം, ഈ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷം ഈ കാലനെ കാണാൻ പറ്റില്ല. കമ്മിറ്റിക്കാർ തീരുമാനാക്കുവോ? അതല്ലെന്ന്, അടുത്ത വർഷം മുതൽ ഞാൻ ഈ കാലിനെ മാറ്റി വെച്ചിട്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പോവുക.
നാദസ്വരമാണോ? അല്ല, ഒരു കുഞ്ഞു ക്ലൂ തരാം. ശ്രീകൃഷ്ണൻ. കറക്റ്റ് ശ്രീകൃഷ്ണൻ. എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ ഒരു മയിൽപ്പീലി കൂടെ മയിൽപ്പീലി വേണ്ട, മയിൽപ്പീലി വേണ്ട, മയിൽപ്പീലി ആവശ്യമില്ല. അതേ ശ്രീകൃഷ്ണൻ. മനസ്സിലായി, കുട്ടിക്ക് മനസ്സിലായി കാണും. കാരണം എന്റെ ഒരുപാട് സിനിമകൾ കണ്ടു വളർന്നതായിരിക്കുമല്ലോ. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഈ സിനിമയില് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് വാറല്ലോ വാറല്ലവിലുണ്ടോ? കണ്ടു കാണത്തില്ല. ഞാൻ ടിവിയിൽ ഒരുപാട് തവണ കണ്ടതാ വാറല്ലോ. മാത്രമല്ല എന്റെ മൊബൈലിലുണ്ടല്ലോ. വേണ്ട, കാണണ്ട. ഏത് സീനിലാണ് അഭിനയിച്ചത്? അത് തുടക്കമാണോ, ഇടയ്ക്കാണോ, ലാസ്റ്റ് ആണോ? അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കഥ പറയുമ്പോഴേ ഈ കള്ളം കൂടെ കട്ട് ചെയ്തങ്ങ് പറയണെങ്കിൽ ഇതാകുമ്പോ ചമ്മലി ചിരിക്കാത്തങ്ങ് ഒതുക്കാം. ഇഞ്ചിയ വേണ്ട, ഇഞ്ചി ആയല്ലേ. പിന്നെ പറഞ്ഞു വരുവാണെങ്കിൽ ഞാനും ഒരു കലാകാരിയാ. പറയാതെ വന്നാല് അത് സർപ്രൈസ്. ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ നന്നായിട്ട് പാടുമായിരുന്നു. ഞാൻ ശാസ്ത്രീയ സംഗീതം പാടും, കർണാട്ടിക് പാടും, ഹിന്ദുസ്ഥാനി പാടും. ഗസല് പാടൂ. ആര് പറഞ്ഞു ഞാൻ ബസ്സിൽ പാടുവന്നു? ആരാ പറഞ്ഞ ഞാൻ ബസ്സിൽ പാടുവന്നു? അതാ ഇവിടെ ബസ്സിൽ പാടുന്ന ആരാ പറഞ്ഞത്? ഞാൻ കണ്ടോണ്ട് ഞാൻ ബസ്സിൽ പാടുന്നത്. അല്ല, ബസ്സിൽ പാടുന്ന കാര്യമല്ല, പിന്നെ ഗസല് പാടുന്നത്. അത് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്റെ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ അരങ്ങേറ്റം കണ്ടിട്ട് മരിക്കണമെന്ന്. എന്നിട്ട് അരങ്ങേറ്റം കണ്ടു, മരിച്ചു. പക്ഷെ തുടർന്ന് എനിക്ക് പാടാൻ പറ്റിയില്ല. എന്തിനാ മറ്റുള്ള ബന്ധുക്കളെ കൂടെ കൊല്ലിക്കണ കൊച്ചേ? പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇനി കറികളൊക്കെ കുറവാണ്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ കുറവ്? അവിയലുണ്ട്, തോരനുണ്ട്, പച്ചടിയുണ്ട്, വേറെ എന്തുണ്ട്? വേറെ സുഖം, സുഖകരം, സുഖമായിട്ടിരിക്കുന്നു. നീ സുഖമായിട്ടിരിക്കാന്നല്ല ചോദിച്ചത്, കടിച്ചു പറിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. പട്ടി ഉണ്ടായിച്ചോണ്ട് വരട്ടെ? അതല്ല കൊച്ചേ, ചിക്കൻ ഉണ്ടോന്ന്. ചിക്കൻ ഉണ്ടോന്നോ? ചിക്കൻ ഉണ്ട്. പച്ചയിറച്ചി തിന്നുവോ? അത് തിന്നണവര് പലതും കാണും, പക്ഷെ ഞാൻ അങ്ങനെ തിന്നത്തൊന്നുമില്ല. പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്, കൊണ്ടുപോവാ. അപ്പൊ എന്റെ ചേട്ടന് കഴിക്കണ്ടേ? ചാറെങ്കിലും താ. അയ്യോ, ചാറില്ലെങ്കിൽ ആ മനുഷ്യൻ എന്റെ ചാറ് എടുക്കും, അറിയാവോ? പിന്നെ ആകെ ഉള്ളത് ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്, അതേ ഞാൻ കഴിക്കൂ. അപ്പൊ എനിക്കൊന്നും കഴിക്കണ്ടേ? കൊച്ചു എന്തോ പറയണത്? എന്തൊരു കഷ്ടമെന്ന് പറയാം. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാൻ, രുചിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് രസമെന്നറിയോ ഓരോ കറികൾക്കും. പിന്നെ വെള്ളം ഇതായിരിക്കുന്നു കേട്ടോ. എനിക്ക് നല്ല ചൂട് വെള്ളം വേണം കേട്ടോ. നല്ല തിളച്ച വെള്ളം വേണം. തിളച്ച വെള്ളം. കാരണം എന്റെ തൊണ്ടയ്ക്ക് എപ്പോഴും ചൂട് വേണം. ആണോ? അങ്ങനെയാണെങ്കിൽ തീപ്പിട്ടിക്കം വരച്ചങ്ങ് വിഴുങ്ങിയാ പോലെ. തമാശക്കാരി. പിന്നെ ഇച്ചിരി പായസം എടുക്കട്ടെ? അയ്യോ വേണ്ട. 5 മണിക്കൂർ ലോറിയിൽ ഇങ്ങനെ നിന്ന് പോവേണ്ടല്ലേ, ശരിയാകത്തില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി തന്നാലോ? വേണ്ട, ഞാൻ കൊണ്ടുപോകില്ല. അയ്യോ, കൊണ്ടുപോ. ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ കൊണ്ടുപോണം. കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. ഞാൻ ആലോചിക്കട്ടെ. ദൈവമേ, അവള് പറഞ്ഞ പോലെ തന്നെ കാലനെ വിളിച്ചു വരുത്തിയിരിക്കുവാണല്ലോ. കാലം കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവള് കൊണ്ടുപോകുന്ന പറയുന്നത്. എന്റെ പൊന്നു ദൈവമേ, എന്നെ കൊണ്ടുപോകുമോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുപോവാം. മേളില് നല്ലോണം കയറത്തെ കെട്ടിത്താ. ഒരുപാട് ദൂരം കൊണ്ടുപോവേണ്ടല്ലേ? എന്നെ കെട്ടിക്കൊണ്ടുപോകത്തേ. അയ്യോ, പിന്നെ ആര് പെണ്ണേ? അതല്ല, എന്റെ കഴുത്തി താലി കെട്ടിയ കാലം. വിളിച്ചോളത്ത്. അയ്യോ ചേട്ടാ, ഭർത്താവിനെ എങ്ങനെയാണോ വിളിച്ചുണർത്തുന്നത്? ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പഴയ വാശികളൊക്കെ അങ്ങ് തീർക്കാനല്ലേ വിളിച്ചോളത്ത്. അങ്ങോട്ട് ചേട്ടാ വിളിച്ചോളന്നില്ലേ? ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏതായാലും ബോധം കെട്ട് കിടക്കയില്ലേ, അവന് വെച്ചിരിക്കണ ബീഫ് എനിക്ക് തരൂ. അയ്യോ, ബീഫൊക്കെ തരാം. എങ്ങനെയാലും ഒന്ന് വിളിച്ചുണർത്തിയതിന്. വിളിച്ചുണർത്തിയാ പോരെ? വിളിച്ചുണർത്താം. അതായത് വിളിച്ചുണർത്തുന്ന മുമ്പ് ഒരു കാര്യം ചെയ്യണം. കാരണം ഒന്നാമത് നിങ്ങളെ കണ്ട് പേടിച്ചിരിക്കുന്നോണ്ട് കാലനാന്നുള്ള പേടി മനസ്സിൽ കിടപ്പും. അപ്പോഴുണ്ടല്ലോ, ഇനി പുള്ളി എന്തായാലും നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ചു കേട്ടോ. അപ്പൊ ഈ വെള്ളം ഒഴിച്ചങ്ങ് ഒരു കാര്യം ചെയ്യാം, അവനെ ഉണർത്തി കഴിഞ്ഞ് ഞാൻ കാലിലെന്ന് ആലോചിക്കാലേ അവ എന്നെ എടുത്ത് ഇടിക്കൂലേ? ഇല്ല, പുള്ളി 24 മണിക്കൂർ വെള്ളമല്ലേ. വെള്ളമാണോ? ഹാഫ് മൈൻഡാണ്. എന്നാ കൊമ്പത്തി കണ്ടതാന്ന് വിചാരിച്ചോളൂ. വെള്ളം ഇവിടെ അങ്ങോട്ട് ഒഴിക്കാം. എണ്ണയിലിട്ട് പൊരിച്ചതല്ല, ഇത് നരകമല്ല, എന്റെ വീടാണ്. ആര് പറഞ്ഞു നരകമല്ല? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നരകമാണ്. എന്റെ കൊല്ലല്ലേ. ഈ കാലം വരും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയണം. ഞാനല്ല, നിങ്ങൾ വിളിച്ചു വരുത്തിയെന്നാ പറഞ്ഞത്. യമൻ. നീ കാലൻ. അവൻ പറയണ കാലനെന്ന്, നീ പറയുന്ന യവനെന്ന്. സത്യം പറഞ്ഞിട്ട് ആരാ? ഞാൻ നോക്കുമ്പോ എന്റെ മുമ്പിൽ അപ്രത്യക്ഷപ്പെട്ടു വന്ന് നിൽക്കുന്നു. ഞാനൊന്ന് പറഞ്ഞിട്ട് എന്തായാലും രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കാലനാണെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. കാലൻ അല്ല, എനിക്ക് ഞാൻ അലറിന്ന് പറഞ്ഞോണ്ട് കാലനാവോ? എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്കും ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. ഇത് കാലനല്ല. എന്നാൽ എനിക്ക് വിശ്വാസമായി. കാലം തന്നെ എനിക്ക് വിശ്വാസമായി. എന്റെ കാല എനിക്ക് വിശ്വാസമായി.
എന്തുവാ ഇത്? ഉള്ള ചോറിന്റെ നന്ദി. എന്റെ പൊന്നുകാല, എനിക്ക് വിശ്വാസമായി. എന്നെ കൊണ്ടുപോരുത്, പറയടി, എന്നെ കൊണ്ടുപോരുത്. എന്റെ ചേട്ടനെ കൊണ്ടുപോകരുത് പ്ലീസ്. എനിക്ക് വേണ്ടി എന്റെ ചേട്ടനെ കൊണ്ടുപോകാൻ. ഇല്ല, നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. അയ്യോ, അങ്ങനെ പറയരുത്, എന്നെ കൊണ്ടുപോരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. നിന്നെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കണം. എന്ത് വേണേലും കേൾക്കാം. വെള്ളം വേണ്ട. ഞാൻ വെള്ളം വേണമെന്ന് ചോദിച്ചില്ലല്ലോ. വെള്ളമടി നിർത്തണം. വെള്ളമടി നിർത്തോ? നിർത്തി. വെള്ളമടി നിർത്തി. പിന്നെ കൊതുവിനെ കൊല്ലാൻ പാടില്ല. ഞാൻ കൊതുവിനെ കൊന്നില്ലല്ലോ. കൊതുവിനെ കൊന്നില്ല. നിന്റെ ഭാര്യയെ നീ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ മുത്തിനെ ഞാൻ ഉപദ്രവിക്കത്തില്ല. ചക്കര പൊന്നെ, എന്നെ കൊണ്ടുപോകരുത്. നിന്നെ കൊണ്ടുപോകില്ല. ഏതായാലും ഞാൻ ഇവിടെ വന്നില്ലേ, നിന്റെ ഒരു ആഗ്രഹം പറ. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ എനിക്ക് വെള്ളം അടിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഷായം കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കഷായോ? കഷായോ? കുടിച്ചോളൂ, കഷായം കുടിച്ചോളൂ. കുറച്ച് ബീഫ് എടുത്തോണ്ട് പറഞ്ഞേ. ബീഫോ? വൈദ്യം പറഞ്ഞിട്ടുണ്ട് പഥ്യമില്ലാന്ന്. പോയി എടുത്തോണ്ട് വാടി. എടുത്തോണ്ട് വാ മുത്തേ. കഷായം. കഷായം, കഷായം. ജവാൻ, എനിക്കും കഷായം. അല്ല, വൈദ്യം പറഞ്ഞിരിക്കുന്നത് ഈ കഷായം തൊണ്ടവേദനയുള്ള ഞാൻ മാത്രം കുടിക്കണമെന്നാണ്. തൊണ്ടവേദനയുള്ള നീ എന്നെ അനുസരിച്ചില്ലല്ലോ. എടാ, അനുസരിക്കാത്തവർക്ക് അവിടെയുള്ള ശിക്ഷ എന്തെന്നറിയാമോ? എന്തുവാ? ഞങ്ങൾ ഇതേപോലെ ഒരു അപ്പച്ചട്ടി ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതേമാതിരി കറായിരിക്കുന്ന തിളച്ച എണ്ണ എടുത്ത് ഇങ്ങനെ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് അവനെങ്കിൽ ഒരു ശിക്ഷയാണ് അവന്റെ അണ്ണാക്കിലോട്ട് അല്ലെങ്കിൽ കൊടുക്കും. കൊടുത്തിട്ട് അവൻ നിന്ന് കരയുമ്പോഴത്തേക്ക് ഇതേപോലെ മുളക്, നല്ല അരച്ച മുളക് അവന്റെ കാക്കിലോട്ട് വയ്ക്കുമ്പോ അവൻ അതൊന്ന് വിളിക്കും. അവൻ അങ്ങ് മാറ്റും. അടുത്ത ചട്ടി എടുക്കും, തിളച്ച എണ്ണ ഇങ്ങനെ ഒഴിക്കും. ഒരുത്തനെ വിളിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും അടുത്തവനെ വിളിക്കും. തെറ്റി. അവന് വേറൊരു ശിക്ഷ കൊടുത്തില്ല. എന്നിട്ട് എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തിയിട്ട് തിളച്ച എണ്ണപ്പാട്ട ഇങ്ങനെ എടുത്തിട്ട് ഇത് അവർക്കുള്ള ശിക്ഷയാണോ ഇത് എനിക്കുള്ള ശിക്ഷയാണോ? എനിക്ക് കുറച്ച് ശിക്ഷ ഞാനും അനുഭവിക്കുക. അയ്യോ, അല്ല കാലൻ, ഞാൻ ചോദിച്ചോട്ടെ. ആര്? കാലൻ. അളിയൻ. അളിയൻ. ഇനി മുതൽ നീ അളിയാ കാലൻ. ഞാൻ കാലല്ല. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഇവിടെ ശിക്ഷ മാത്രമേ അല്ലാതെ എന്റർടൈൻമെന്റ് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല? ഉണ്ടല്ലേ, ഉണ്ട്. അവിടെ പാട്ട് പാടണോണ്ട് അണ്ണാക്കിൽ ഞാൻ എണ്ണ ഒഴിക്കൂല. ഉണ്ട വെള്ളിപ്പോവില്ലേ, പിന്നെ ഞാൻ അങ്ങനെ പാട്ട് കേൾക്കാം. അപ്പൊ പാട്ട് പാടുന്നവർക്ക് ശിക്ഷയില്ല? ശിക്ഷയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഒരു പാട്ട് ഞാൻ പാടിത്തരും. എങ്കിൽ അളിയനെ ഞാൻ ശിക്ഷ എന്നുള്ള വിജയം പാടില്ല. ഇന്ന പിടിച്ചോ നല്ല കിണ്ണം കിണ്ടാച്ച ഒരു പാട്ട്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂട്ടൊന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. എന്തോ ഇവിടെ? ആ പൂമരക്കൊമ്പിൽ എന്തുവാ ഇത്? അയ്യോ, മനുഷ്യ, നിങ്ങളോ അടിച്ച് നശിച്ച് ഈ നിൽക്കുന്ന നല്ല മനുഷ്യൻ കൂടെ നശിപ്പിക്കാൻ ആവശ്യമുണ്ടോ? പിന്നെ ആൾക്കാരെ കൊല്ലുന്ന കാലനാടി നല്ല മനുഷ്യൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കി, നിന്നേലും നല്ലത് എന്റെ കാലം മുത്താണെന്ന്. എന്റെ പൊണ്ണി കാല ചക്രമുത്ത, നീ ഇത്ര നാള് എവിടെയായിരുന്നടാ? അങ്ങ് മുകളിലായിരുന്നു. എന്തൊക്കെയായാലും ഒരു കാര്യം ഞാൻ പറയാ, ഇനി മുതൽ ഈ കാലിനളിയൻ എന്റെ കൂടെ കാണും. നമ്മുടെ ബെഡ്റൂം ഇനി ഇവന്റ് ബെഡ്റൂം. എന്തായാലും എന്റെ പൊന്നുമുത്തേക്ക് വന്നേടാ. അയ്യോ, വീണ എങ്കിൽ ഞാൻ പോണ്. എവിടെ പോന്ന്? ഞാൻ ഘോഷയാത്രയ്ക്ക് പോണെന്ന്. ഘോഷയാത്രയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു. പിൻവിളിയാണ്. നിങ്ങളൊന്ന് ബോധം എടുത്തു ഉണത്ത്. ഇവനെ ഉണർത്തിക്കൊണ്ടിരുന്നാലേ ആ കമ്മറ്റിക്കാരെന്നെ ഉറക്കും. ഞാൻ പോണ്. പോവെന്ന്. അയ്യോ, പോവല്ലേ. ഓ, ഞാൻ പോണ്. പോവരുത്. അയ്യോ, സുലാനെ, എന്തോ? എന്റെ ചക്കരമുത്തവിടെ ഞാൻ അടുത്ത് നിപ്പോണ്ട്. എന്റെ കാലമുത്തവിടെയെന്ന്. കാലമുത്ത്. അയ്യോ, നാളെ രാവിലെ ആകുമ്പോ എനിക്ക് എന്റെ കാലമുത്തിനെ കണ്ണി കാണണം. എന്നിട്ട് അവന്റെ പോത്തിൽ കയറി ഞങ്ങൾ റൈഡിന് പോകുന്നു. നാളെ രാവിലെ കാലനില്ലെങ്കിൽ നിന്റെ ചക്കാല. എന്റെ പൊന്നു ദൈവമേ, ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായല്ലോ. രാവിലെ ഈ കാലൻ എണീച്ച് ആ കാലിന് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം ആ കാലിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ കാലിന് ഞാൻ ഏത് കാലിനെ കാണിച്ചു കൊടുക്കും? എന്റെ കാല. എന്റെ കാലനൊരു നല്ല കൈഡി കൊടുത്തേ. നസീർക്ക, ഞാൻ അഭിജിത്തിനോടാ ചോദിക്കുന്നത്, നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു? എനിക്ക് ദുബായിലേക്കായിരുന്നു, ജോലിയായിട്ട് പോയിരുന്നു. ഓ, അത് ലീവിന് വന്ന്. അതുകൊണ്ട് ആ ഫീൽഡിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു. അതെ അതെ. പക്ഷെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. താങ്ക് യു. ആർട്ടിസ്റ്റ് ഇപ്പോഴും ആർട്ടിസ്റ്റ് തന്നെയാണ്. താങ്ക് യു.
ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. ചിരിക്കാനൊക്കെ ആവശ്യത്തിനുള്ളതുണ്ടായിരുന്നു. നല്ല ടൈമിംഗ് ആണ് നിങ്ങൾ. പക്ക ടൈമിങ്ങാണ്. കാര്യം ഒരിടത്തും നമുക്ക് ബോറിങ് ഫീൽ ചെയ്തില്ല. എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. 3 പേരും കാലനും ഗംഭീരമായിരുന്നു കേട്ടോ. അതേപോലെ ഭർത്താവും നല്ല രസമായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചിരി പ്രതീക്ഷിക്കും. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ചിരി വേണം. ഇതിൽ ചിരി കുറവാണെന്നല്ല പറഞ്ഞത്, ഇതിലും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുണ്ടാകണം അടുത്ത പ്രാവശ്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അംബികാമ്മ നന്നായിരുന്നു കേട്ടോ. അയ്യോ എന്താ ടൈമിങ്. അതുപോലെ കഴിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചത്. പണി പോളും. അതെ 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 അതെ, എനിക്കത് തോന്നി. ടൈമിങ് എക്സലന്റ് ടൈമിങ്. ഷോ പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ അബി സൂപ്പർ കേട്ടോ. താങ്ക് യു. രസമായിരുന്നു നിങ്ങളുടെ ആ എക്സ്പ്രഷൻസ് മറ്റേ അയ്യോ അതൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. Thank you. 3 പേരും നല്ല രസമുണ്ടായിരുന്നു. നല്ല കാലൻ. അമ്പലത്തിൽ പോകാൻ വിഷമിച്ച് നിൽക്കുന്ന ഒരു അമ്മയായിട്ട് തന്നെ അയ്യോ ഫീൽ ചെയ്തു. അതെ 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 അതെ, നന്നായിരുന്നു. സൂപ്പർ. താങ്ക് യു അംബികാമ്മ. ചേട്ടാ നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു കേട്ടോ. അഭിജിത്തിനെ കുറേ നാളുകൂടിയാണ് കാണുന്നത്. അഭിജിത്തിൻ്റെ ദൃശ്യത്തിൻ്റെയൊക്കെ സൂപ്പർ ഹിറ്റ് സ്കിറ്റുകളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഞാൻ ചിരിച്ച് മറിഞ്ഞ സ്കിറ്റുകളൊക്കെ ഉണ്ട് അഭിജിത്തിൻ്റെ. വീണ്ടും അഭിജിത്തിനെ കാണാൻ നമ്മുടെ ഈ ഫ്ലോറിൽ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അഭിജിത്തെ. പിന്നെ മൊത്തത്തിൽ സ്കിറ്റ് ഒരു പുതിയ പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ഈ പറഞ്ഞ പോലെ നമ്മൾ കാലൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഭർത്താവ് വിളിച്ച് പറയുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയുമ്പോൾ വരുന്നു. അപ്പോൾ അമ്പി ചേച്ചനോട് ചോദിച്ചു, അയ്യോ ഒറിജിനൽ കാലിനല്ലേ? അപ്പോഴാണ് മറ്റേ ഡയലോഗ് ഇട്ടത്, ഇവിടെ ഞാൻ തോന്നുന്നു ഭക്ഷണം എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ ക്ലാരിറ്റി ഉണ്ടായിരുന്നു മൊത്തത്തിൽ സ്കിറ്റിന്. പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യം ഇവർ പറഞ്ഞു, നിങ്ങൾ 3 പേരും നിൽക്കും, പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ 3 പേരും അത് പ്രൂവ് ചെയ്തിട്ടുള്ള 3 ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള തമാശകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസിലും ആ ഒരു മൂഡ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജി ചേട്ടാ. അപ്പൊ നമുക്ക് കൈയോടെ വാങ്ങിക്കല്ലേ? ആദ്യമായിട്ടാണ് ഒരു കാലിന് പൈസ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ നസീർക്ക, ഞാൻ കാലിനൊരു 10,000 രൂപ കൊടുക്കുക. 10,000 രൂപ. ഓക്കെ, ഞാനും ഒരു 10,000 രൂപ കൊടുത്തേക്കും. ടോട്ടൽ കാലന്റെ അക്കൗണ്ടിലേക്ക് 20,000 രൂപ കയറിയിട്ടുണ്ട്. അംബികാമ്മ കാലനായതുകൊണ്ട് ഞാൻ അവിടെ കൊടുക്കാം. ഓക്കെ, 40,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പോൾ ഇതേപോലെ ഉഷാറുള്ള സ്കിറ്റുമായിട്ട് അടുത്ത പ്രാവശ്യം വന്ന് ഇതിൽ കൂടുതൽ പൈസ വാങ്ങിച്ചോണ്ട് പോവാ. നമുക്ക് അപ്പോൾ അടുത്ത സ്കെഡ്യൂളിൽ കാണാം. വലിയണ്ണ, അണ്ണാ, വലിയണ്ണ. ഹലോ ഹലോ, വലിയണ്ണ എവിടെ? വലിയണ്ണനോ? അതാര്? വലിയണ്ണൻ. വലിയണ്ണ എന്റെ ആര്? മിഥുനണ്ണൻ. ആഹാ, അതായിരുന്നോ? ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പൂട്ടി വീട്ടിൽ പോയി. ഇപ്പൊ ഇവിടെ ഞങ്ങളൊക്കെ, ഞാനിപ്പോ ഇവിടുത്തെ പുതിയ അണ്ണൻ. എന്താ നിങ്ങള് പുതിയ ആൾക്കാരാ? ആൾക്കാര് അയ്യോ, കടിച്ചതും പോയി പിടിച്ചതും പോയി. ഈ ആവശ്യമില്ലാത്തൊക്കെ പിടിച്ച് കടിക്കാൻ പോയതല്ലേ പ്രശ്നം? അണ്ണാ എന്തരെണ്ണ നിങ്ങൾ പറയണത്? എന്താ പെങ്ങളുടെ പറഞ്ഞുകൂടണ്ണ. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നമൊന്നും നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന്. അല്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പറ, പ്രശ്നം പറ. ഇതാണ് പ്രശ്നം. അയ്യോ, എന്റെ അണ്ണൻ പെയ്യണ്ണ, എന്റെ അണ്ണൻ പെയ്യ്. അതെന്തുവാ? അല്ല, എന്റെ അണ്ണൻ പോയെന്ന്. ഓ അങ്ങനെ. ഏതെണ്ണ? എന്റെ അണ്ണൻ കൈവിട്ട് പോയെണ്ണ. എന്താ പറ്റിയ? എനിക്ക് അറിഞ്ഞുകൂടണ അണ്ണാ, എന്റെ അണ്ണന് പണ്ടേ ഒരു സ്വഭാവം ഉണ്ട്, ജോലിക്കും കൂലിക്കും പോകൂല കേട്ടാ. അപ്പൊ നമ്മൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ കയ്യും കാലും പിടിച്ച് ഞാൻ അങ്ങേക്ക് ISROയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത്. പഞ്ചായത്ത് താൽക്കാലിക ജോലി, പെർമനന്റ് അല്ല, നല്ലൊരു ജോലി. ഇപ്പം ഒരു 3-4 മാസമായിട്ട് ജോലിക്ക് പോണ്. ഒരാഴ്ചയായിട്ടുണ്ടല്ലോ അണ്ണന് ഭയങ്കര മാറ്റം ഉണ്ടാ. എന്ത് മാറ്റം? എന്തരോ പോലെ ഒരു സ്വഭാവമൊക്കെ. നേരെ സംസാരിക്കൂല, അടുത്ത് വന്ന് കിടക്കൂല, ആഹാരം കഴിക്കൂല, കുളിക്കൂല, നനയ്ക്കൂല, എപ്പോഴും ഒരു പേപ്പർ വെച്ചോണ്ട് ഇങ്ങനെ നടക്കുവണ്ണ. എന്തരെന്ന് എനിക്ക് അറിഞ്ഞുകൂടണ്ണ. എന്തരോ പ്രശ്നം പറ്റി. എന്നിട്ട് ഡോക്ടർമാരൊന്നും കാണിച്ചില്ല? അല്ലണ്ണ, അപ്പൊ നമ്മളുണ്ടല്ല, നമ്മളൊരു 4-5 ചർച്ച കഴിഞ്ഞപ്പം ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു. എന്താ അത്? നമ്മൾ ഈ അയൽക്കൂട്ടത്തിലുണ്ടല്ല, നമ്മളെ ADS പ്രസന്നാക്കാൻ പറഞ്ഞ് എന്റെ അണ്ണന്റെ ദേഹത്ത് എന്തൊരു അന്യഗ്രഹ ജീവി ഇരിക്കണമെന്ന്. അന്യഗ്രഹ ജീവിയോ? ഓ, അന്യഗ്രഹ ജീവി കയറി ഇരിക്കണമെന്ന്. ഏലിയൻ? അളിയന് കുഴപ്പമൊന്നുമില്ല. അയ്യോ, അളിയനല്ല, പിന്നെ അന്യഗ്രഹ ജീവി, ഏലിയൻസ് എന്നാണ് പറയുന്നത്. അത് എന്നണ്ണ, എന്തെന്നറിയാമോ, പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നല്ല, പിന്നെ ഈ അന്യഗ്രഹ ജീവികള് നമ്മളെ നാട്ടിൽ നമ്മളെ മനുഷ്യന്മാരെ കൂടെ ജീവിക്കണമെന്ന്, അവരെ ശരീരത്തിലൊക്കെ ജീവിക്കുമെന്ന്. അല്ല, അങ്ങനെ ഈ പുള്ളിയുടെ ദേഹത്ത് കൂടിയിട്ടുണ്ടോ തോന്നിയത് എപ്പോഴാ? അണ്ണാ ISROയിലല്ലേ ജോലി, അവിടെ അറിഞ്ഞൂടെ? അവിടെ മറ്റേ റോക്കറ്റ് പോവും
വരും, പോവും വരും. അങ്ങനെ ഈ റോക്കറ്റ് പോയിട്ട് വരുമ്പോഴേ ഇത് റോക്കറ്റ് വൃത്തിയാക്കാൻ കയറുന്നത് ആര്? എന്റെ അണ്ണൻ. അവിടെ ഉള്ളവർക്കൊക്കെ ബോധമുണ്ട്. എന്റെ അണ്ണനാണെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ ഞാൻ അപ്പം എടുത്ത് പോക്കറ്റ് ഇടും. ഏലിയന് എടുത്ത് പോക്കറ്റ് ഇട്ടെന്നാണ് എന്റെ സംശയം. അണ്ണ ഇപ്പൊ ഭയങ്കര വിഷയം. എനിക്ക് പേടിയാവണ എന്തൊരു ചെയ്യണമെന്ന് എനിക്ക് അല്ല, അതെ നമ്മളെ കൊണ്ട് തീരുമാനിച്ചാൽ അത് ഒരു മാറ്റം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു സൈക്കിൾ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. മറ്റേ സൈക്കിൾ എഞ്ഞം അതല്ല, മറ്റേ ഇത് ചികിത്സിക്കണ സൈക്കാട്രിസ്റ്റ്. അത് തന്നെ, അത് തന്നെ. മനോരോഗ ചികിത്സ ചെയ്യുന്ന ആള്. മനോരോഗ വിദഗ്ധൻ. മനോരോഗ വിരുദ്ധൻ. വിരുദ്ധനല്ല, ഒരു ഡോക്ടർ. ഡോക്ടർ സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് വന്നാ എല്ലാം ശരിയാവൂന്ന് വിചാരിക്കണേ. പ്രശ്നമാ, നല്ല ടെൻഷനും ഉണ്ട്, നല്ല പ്രശ്നവും ഉണ്ട്. 9947604022 വിളിക്കുക, വന്നൊന്ന് അറ്റൻഡ് ചെയ്യുക, മാറ്റി തരാം. വിഷയോ ഭയങ്കര വിഷയമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഹലോ, ഐ ആം സൈക്കാട്രിസ്റ്റ് ജ്ഞാനശീലൻ. എവിടെ ചിന്തിക്കുന്നോ അവിടെ സൈക്കാട്രിസ്റ്റ്. അതാണ് എന്റെ ടാഗ് ലൈൻ. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതാണല്ലോ നമ്മുടെ മനസ്സ്. അപ്പൊ അത് എല്ലായിടത്തും ഉണ്ട്. എവിടെ വെച്ചാണ് ആ മനസ്സിന് എന്തെങ്കിലും പറ്റണമെന്ന് പറയാൻ പറ്റുമോ? അവിടെ ഒരു സൈക്കാട്രിസ്റ്റ് വേണം. ഇപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങനെ വരിയായിട്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്രശ്നമാ. നമ്പർ പറഞ്ഞിട്ടുണ്ട്, എഴുതിയെടുത്തോ. ഞാൻ ഒരു കാര്യം ചോദിക്കും, എന്തുണ്ടെങ്കിലും ചോദിക്കും. ഉത്തരം പറയാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. സാറിനെ പൊയില കച്ചവടം ഉണ്ടാ? അതെന്താ അങ്ങനെ ചോദിച്ചു? സാർ പൊയില കടിച്ചു പിടിച്ചേക്ക്. ഇത് മൈ ഐഡന്റിറ്റി. ഇതിൽ തൊട്ട് കളിക്കരുത്, മനസ്സിലായല്ലോ? എല്ലാ കാര്യങ്ങളും അറിയാം. ഭർത്താവിന് സുഖമില്ല അല്ലേ? ശരിയാക്കി തരാം. ഭർത്താവ് എവിടെ? ഭർത്താവ് ഉണ്ടല്ല, മത്തി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയിരിക്കണേ. ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വരും. പിന്നെ എന്റെ ADS പറഞ്ഞ് രോഗി അറിയാതെ വേണം ചികിത്സിക്കാനെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങേരക്കുള്ള മരുന്നും ഗുളിയൊക്കെ നിനക്ക് തരാം. മതി. എനിക്ക് അങ്ങനെ ചികിത്സിക്കാൻ പറ്റില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. അതെ, എന്റെ അണ്ണൻ സാർ ഡോക്ടർ എന്ന് അറിയാൻ പാടില്ല. ഡോക്ടർ എന്ന് അറിയാൻ പാടില്ല, മനസ്സിലായി? അത്രേ ഉള്ള. അത് നേരത്തെ പറയണ്ടേ. ഇനി അറിയോ? പോയില്ല. തീർന്നാ നിന്റെ പ്രശ്നം? തട്ടിപ്പാണല്ലേ? ഒട്ടിപ്പാ. കണ്ടണ്ണ ഞാൻ മത്തി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാണ്. കണ്ട പട്ടുസാരി വാങ്ങിച്ചോണ്ട് വന്നേ. എന്താണെന്ന് ചോദിക്കും. പട്ടുസാരി വാങ്ങിച്ച കാര്യം എന്താണെന്ന് ചോദിക്കാ. നിങ്ങളടുത്ത് ഞാൻ മത്തി വാങ്ങിക്കാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്താ പട്ടുസാരി വാങ്ങിച്ചോണ്ട് വന്നേക്കണത്? ഇപ്പോഴത്തെ മത്തിയുടെ വില വെച്ച് നോക്കുമ്പോ പട്ടുസാരിയാണ് ലാഭം. അത് പുള്ളി പറഞ്ഞ കറക്റ്റാ. അത് മാത്രമല്ല, എന്റെ അടുത്ത് ഇത്ര നേരമായിട്ട് ഒരു അന്യ പുരുഷൻ നിന്നിട്ട് കമാന്നൊരു അക്ഷരം ഇങ്ങനെ മിണ്ടണാൻ നോക്കി നോക്കണ. മിണ്ടാത്ത സ്ഥിതിക്ക് അല്ല, ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെടാം. അപ്പോ ഹലോ, ഐ ആം ജ്ഞാനശീലൻ, പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ്. സൈക്കോ ആർട്ടിസ്റ്റ് അണ്ണാ. ഇവിടെ മറ്റേ പരിപാടി നടക്കില്ല, ഏതാണ്ട് സാറന്മാരൊക്കെ ഇരിക്കുന്ന പരിപാടി നടക്കണം. അവിടെ സൈക്കോ ആയിട്ട് അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റ്, സൈക്കോ ആർട്ടിസ്റ്റ്. വന്നാണ് ഇവ ആരെന്ന് പറഞ്ഞ സൈക്കോ ആർട്ടിസ്റ്റ്. കുടുംബത്തെ കയറ്റാൻ കൊള്ളാമോ? ഓ, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞില്ല എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. കുട്ടി, ഞാൻ 2-3 ചോദ്യം ചോദിക്കാൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. അതായത് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും പുള്ളിയുടെ ശരീരത്തിൽ ഇത്രയും പോകുന്ന ഒരു ബാറ്ററി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഈ പുള്ളിയുടെ പുറകുവശത്ത് എവിടെയെങ്കിലും ഒരു സോക്കറ്റ് കണ്ടിട്ടുണ്ടോ? അതിനെ സോക്കറ്റ് എന്നാ പറയണേ. അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വകാര്യ നിമിഷം. അങ്ങനത്തെ സ്വകാര്യ നിമിഷങ്ങളിൽ കുട്ടിയെ സ്പർശനം ചെയ്യുമ്പോൾ എറുത്തടിച്ചിട്ടുണ്ടോ? തുടക്കത്തിലൊക്കെ എന്നും അടിക്കുമായിരുന്നു എർത്ത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇടയ്ക്കിടയ്ക്ക് എർത്ത് അടിക്കുമായിരുന്നു.
ഇപ്പൊ തൊടലുമില്ല എർത്തടിയുമില്ല. അതാണ് പ്രശ്നം, അതാണ് മെയിൻ പ്രശ്നം. ഇങ്ങോട്ട് പുള്ളി, അതായത് അന്യഗ്രഹ ജീവിയാണെങ്കിൽ വെറും മെഷീൻ ആയിരിക്കും, മനുഷ്യനാണെങ്കിൽ വികാരങ്ങൾ കാണും. ആ വികാരം നമുക്ക് ഉണർത്തി നോക്കാം. ആദ്യം ഇത് എന്താണെന്ന് അറിയണമല്ലോ. അതിനാവശ്യം ഏത് കരിങ്കല്ലിനെയും ഇളക്കുന്ന ഒരു വികാരമുണ്ട്. അതെന്തര്? ശൃംഗാരം. ആണ്ട്രാ കൊഞ്ഞനം കാണിക്കുന്നു. അതല്ല, പിന്നെ ശൃംഗാരം. ഇതാണ് ആ ശൃംഗാരം. ചുമ്മാ അല്ല പുള്ളി എടുക്കാത്തത്. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു പാട്ടിട്ട് തരാം. ആ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്ത് പുള്ളി ഒന്ന് മൈക്ക് നോക്ക്, വികാരം വരുന്നോന്ന് നോക്കാമല്ലോ. നടക്കുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്ക്. ഓക്കെ. എന്റെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും പോ. നീ എന്തിനു കിടന്ന് തുള്ളടാ? അയ്യോ തുള്ളലണ്ണ, ഇതാണ് ശൃംഗാരം. ഇത് നിന്റെ അഹങ്കാരം. അണ്ണ എന്തൊരു അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് നീ എന്തൊരു കാണിക്കണത്? എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. ഇംഗ്ലീഷ് പറയൂലേ? കണ്ടോ ഏലിയെ എന്താ ഡോക്ടറെ? ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആര് വേണ്ട, എനിക്ക് ആരും വേണ്ട. ഞാൻ കുടിക്കും. ചുമക്കുള്ള മരുന്നാണെങ്കിൽ എനിക്ക് കൊടുത്താ. ഇത് വിഷമാണ്, വിഷം കൊടുത്ത് ഞാൻ ആത്മഹത്യ. എനിക്ക് ആരും വേണ്ട. നിങ്ങൾ ഇത്രയും പേര് നിങ്ങളെ ഭാര്യ വിഷം കുടിച്ച് മരിക്കാൻ പോണെന്ന്. നിങ്ങൾ പോയി. നിങ്ങൾ ഇവിടെ വിഷം ഉണ്ടായിരുന്ന എന്റെ ഈ അവസ്ഥ വെച്ച് നീയല്ല കുടിക്കേണ്ട, ഞാനാണ് കുടിക്കേണ്ടത്. ആരെങ്കിലും ഒന്ന് വരുമോ? ഞാൻ ഈ കേസിൽ പ്രതിയാവോ? അതുകൊണ്ടാണ് പറയുന്നത്. ആളങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരാൾ ചാവുന്നതിന് മുമ്പ് എത്തും. എന്താണ് കാര്യം? ഞാൻ വിഷം കുടിച്ച് ചാവും. നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ കിടന്ന് കാണിച്ച പോര് മുഴുവനും? എന്താണ് കാര്യം? പറയാ. എന്താ ഇത് സംഭവം എന്ന് പറഞ്ഞാലേ, എനിക്ക് ISROയിൽ ഒരു ജോലി കിട്ടി കേട്ടാ. പ്രഗ്നന്റ് അല്ല, ജോലി കിട്ടി. അപ്പൊ ഞാൻ ജോലി കിട്ടിയപ്പോ ഞാനിങ്ങനെ നിന്നപ്പോ അവിടുത്തെ കൾച്ചറൽ സംഘടനയുണ്ട്. അവിടെ സംഘടനയുടെ പ്രസിഡന്റ് എന്നെ പിടിച്ചാക്കി. അപ്പം ഈ സംഘടനയിലെ പ്രസിഡന്റ് ഞാനായോണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോ ഒരു സ്വാഗത പ്രസംഗം പറയണം. എന്താ പറഞ്ഞൂടെ? അത് ഇംഗ്ലീഷിൽ എഴുതി തന്നേക്കണം. ഒരാഴ്ചയായി ഉറങ്ങിയിട്ട്. ഇതാണോ പ്രശ്നം? നിങ്ങൾ ഒരു വാക്ക് തന്റെ അടുത്ത് നേരത്തെ പറയാത്തത്? പറഞ്ഞാൻ തരാം. നിനക്ക് ഇംഗ്ലീഷ് അറിയാം? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ടല്ല ഞാൻ ഈ കിടന്ന് പറയണത്. നമുക്ക് അപ്പുറത്തെ ലതേച്ചിയുടെ മോളെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കായിരുന്നല്ല. എന്താ പിന്നെ ലതേച്ചിയുടെ മോളെ കൊണ്ട് സ്വാഗതം പറയിപ്പിക്കാം? നിങ്ങൾ മിണ്ടായിരിക്കുന്നേ. നിങ്ങൾ ഇതാണ് കുഴപ്പം. ഒരു കാര്യം പറയൂലെന്നാ വീട്ടിൽ വന്നാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് പറയണമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവരടുത്ത് പറയണം. പറഞ്ഞാലല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ ഷെയർ ചെയ്യണം. പിന്നെ അതുകൊണ്ടല്ലേ വല്ലാതെ തെറ്റിദ്ധാരണയൊക്കെ. അപ്പൊ സംഭവം അത്രേ ഉള്ളല്ലേ. നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയായിട്ട് ഷെയർ ഇടണം. ഷെയർ ഇടണമെന്നല്ല, ഷെയർ ചെയ്യണം. നിങ്ങൾ ഇത് മര്യാദക്ക് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുക. ആവശ്യമല്ല. വരി അങ്ങോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. വരി കാൽസറായ ഗീഡ് അങ്ങോട്ട് സഞ്ജയ് കൂടി എടുത്തു കേട്ടാ. അക്ക പോട്ടാ പോണേ. ഭയങ്കര മോശമായിപ്പോയി. എന്ത് പറ്റി? ഭയങ്കര മോശമായിപ്പോയി. അയ്യോ, അതെന്ത് പറ്റിടാ? ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലെ പറഞ്ഞവരെ പറഞ്ഞു വിട്ടാലേ ഞാൻ പിന്നെ ഈ താടി മുടി വെച്ചോണ്ട് നടക്കണ എന്തിനാണ്? എനിക്ക് 10 പൈസ ഉണ്ടാക്കണ്ടേ? അല്ല, നിങ്ങൾ പറഞ്ഞു എനിക്ക് 10 പൈസ വേണ്ട. ഇത് ഒട്ടിക്കാൻ തന്നെ എത്ര രൂപ അറിയാം. അവരുടെ കോംപ്രമൈസ് ചെയ്ത് അവർ പോയല്ലോ, അവരുടെ അസുഖം മാറില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എവിടെ ചിന്തിക്കുന്നത് അവിടെ സൈക്കാട്രിസ്റ്റ്. അതാണ് എന്റെ ടാഗ്ലൈൻ. ആഹാ, അത് ശരി. ഇനി ഇവിടെ നിൽക്കാനാണ് തന്റെ പ്ലാനെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ തന്റെ ടാഗ്ലൈൻ ഒന്ന് മാറ്റും. പറയൂ. താൻ എവിടെ ചിന്തിക്കുന്നോ അവിടെ തന്റെ മരണം.
ആ പോരെ ഓക്കെ പുള്ളി പറഞ്ഞാൽ ചെയ്യും എനിക്കറിയാം ചെയ്യുമെന്ന് ഓക്കെ ബൈ ആ വാ കുഞ്ഞിങ്ങോ ഒരു സൈക്കോ ടീമാ വരുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. സൈക്കോ ടീം. കാര്യം നമ്മളെ ചിരിപ്പിച്ച് വശം കെടുത്തുന്നതിലാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത്. സൈക്കോളാ. അങ്ങനത്തെ വ്യത്യസ്തമായ സാധനങ്ങളുമായിട്ടാണ് ഇവർ വരാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിരി തുടങ്ങും. സുമി, ഷെജീർ, വിനോദ്, ഫുൾ സൈക്കോസ്. ഫുൾ സൈക്കോസ്. വിളിക്കട്ടെ? ഓക്കെ പോരെ. എടാ സാബുവേ, എന്താടാ നീ അറിഞ്ഞാ എന്താണ്? അർജന്റീനക്ക് ക്വാർട്ടർ. അർജന്റീനക്ക് കോട്ടറാ? ആ അവരെത്ര പേരുണ്ട്? 11 പേര്. 11 പേർക്ക് ഒരു കോട്ടറാ? എങ്ങനെയാകനാട്ടത്? ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരാൾക്ക് 2 ഫുള്ള് വേണം. എടാ അതല്ലെന്ന്, അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ കയറിയെന്ന്. അതിനൊക്കെ ഇപ്പൊ ഫൈനലുണ്ടാ? നിനക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലല്ലേ? ഞാനുണ്ട്. എന്താണ്? റീൽസ് അടിക്കാനാണെങ്കിൽ ഞാനുണ്ട്. റീൽസ് അടിക്കാനല്ല, പിന്നെ എന്റെ ഭാര്യ ഇപ്പൊ എന്നെ വിളിക്കും. അതാണ് ആ നെഗറ്റീവ് അടിക്കല്ലടാ. നെഗറ്റീവ് അടിച്ചല്ലടാ. ഇന്നലെ രാത്രി അവള് വിളിച്ചു. എന്താ പറഞ്ഞറിയുമോ? ഒറ്റ റിങ്ങിൽ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കലിപ്പായിരുന്നു. ഇപ്പൊ അവള് വിളിക്കുമ്പോഴല്ലോ, ഒറ്റ റിങ്ങിൽ ഞാൻ ഫോൺ എടുക്കും, നീ കണ്ടോ നീ? ഹലോ ഹലോ. ആ ഇന്നലെ എന്താ ഫോൺ എടുക്കാഞ്ഞേ? എന്ത് നാടി എപ്പോഴെപ്പോഴും ഫോൺ മേടിക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അതല്ലെന്ന്, ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്താ നിങ്ങൾ ഫോൺ എടുക്കാഞ്ഞേ? ആ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഫോൺ എവിടെ പോയി? അതങ്ങനെ എടുക്കല്ലേ. എടുക്കലെന്നോ? അപ്പൊ അതല്ല, അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായില്ല. അപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ലതാ പറഞ്ഞത്. രാവിലെ കുളിച്ചോ നിങ്ങള്? രാവിലെ കുളിച്ചാർന്ന്. വല്ലതും കഴിച്ചോ? കഴിക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചേക്കണം, നീ കുടിക്കണം. അതല്ല, ചായ ഒഴിച്ചു വെച്ചേക്കണേ, അത് കുടിക്കണം എന്ന് പറഞ്ഞാണ്. വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? പിന്നെ നീ പോയതിനു ശേഷം വീടൊക്കെ ഞാൻ വൃത്തിയായിട്ടാ സൂക്ഷിക്കണത്. അതങ്ങനെ വാരല്ലേ. വാരില്ലെന്നോ? അതല്ല, ഇങ്ങനെ വേസ്റ്റ് ഒക്കെ വിട്ടിരിക്കല്ല, അപ്പൊ അത് വാരി കളയണല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ വിളിച്ചത് എന്റെ അനിയൻ സഞ്ജയ് ഇല്ലേ? അത് കോഴിയല്ലേ? കോഴിയാണോ? അങ്ങനല്ല, വീടിന്റെ അകത്തൂടെ ഒരു കോഴി പോണ്ടേ, ഇനി അതിന്റെ കണ്ണി വന്നാൽ ഞാൻ കറി വെച്ചെന്ന് പറഞ്ഞാണ്. എന്താ നീ വിളിച്ച പറ? വിളിച്ചത് എന്താ? നിങ്ങൾക്ക് ഒരു പരിങ്ങൽ എന്താ? എന്താ ഒരു പരിങ്ങൽ എന്താ നിങ്ങൾക്ക്? നിങ്ങൾ ആരോട് വർത്താനം പറയുന്നേ? നീ ഫോൺ വിളിച്ചോ, ഞാനിത് അടിക്കട്ടെ. നിങ്ങൾ ആരോട് വർത്താനം പറയുന്നേ? ഞാൻ കേട്ടല്ലോ. ഇത് വർത്താനല്ലോ, വാർത്തന് ടിവിയിൽ വാർത്ത വെച്ചിട്ടേ. ഓ, വാർത്ത വെച്ചതാ? എന്ന് ഞാനോട് കേക്കട്ടെ. എന്ത് വാർത്ത? വാർത്തേ കേക്കണം. എടാ അവൾക്ക് വാർത്ത കേൾക്കണം എന്തിനൊന്ന് പറഞ്ഞടാ. നീ എന്തെങ്കിലും വാർത്ത പറ. എടാ അങ്ങനല്ലെന്ന്. എടാ നിനക്ക് ഇത് അടിക്കണ. അവള് വാർത്ത കേട്ട് അവള് ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും പറയടാ നീ. എടാ എനിക്ക് വാർത്ത പറയാൻ അറിയാൻ പാടില്ല. ഹലോ ഹലോ. ഭർത്താവും ഭാര്യയും കൂടി മഹാവഴക്ക്. ഭാര്യ ഭർത്താവിനെ വാക്കത്തേക്ക് വെട്ടിക്കൊന്ന് നാട്ടുകാരെ ഓടി വരണേ. ഒരു മിനിറ്റ്, നീ ഇതിനു മുമ്പ് ടിവിയിൽ വാർത്ത കണ്ടിട്ടില്ല? ഞാൻ ഈ ലോക്കൽ വാർത്ത കേട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എടി പഞ്ചാരക്കല്ലി, നീ ഇപ്പൊ കേട്ടണ്ടല്ലോ ലോക്കൽ ചാനലിലെ വാർത്തയാണ്. ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ചാനൽ കാണല്? ഇംഗ്ലീഷ് ചാനൽ വെക്കണം. ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് ചാനൽ വെച്ചേ. ഇംഗ്ലീഷ് വെക്കാനാ? എടാ നിനക്ക് ഇംഗ്ലീഷ് അറിയാവാ? നോ. നോന്ന്, അത് 2 വാക്ക് എനിക്കറിയാവുള്ളൂ. എടാ നീ ഇപ്പൊ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ഒന്ന് പറ. എടാ ഞാനിത് എങ്ങനെയെങ്കിലും പറഞ്ഞേ. ഇപ്പൊ സ്പോർട്സ് ന്യൂസ് ആണ്, ഇപ്പൊ വേൾഡ് കപ്പിന്റെ സമയമുള്ള അതാണ്. നീ വിളിച്ചത് കാര്യം പറ മോളെ. നിങ്ങൾക്ക് നല്ല പരങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒറ്റ കൂട്ടുകാരെ വീട്ടിൽ കയറ്റി പോകരുത്. വീട്ടിൽ കയറ്റൂല, പ്രത്യേകിച്ച് ആ പൂച്ച സാബുന. എടി നീ പറഞ്ഞതിന് ശേഷം ഒറിജിനൽ പൂച്ച പോലും നമ്മുടെ വീട്ടിൽ വരാറില്ലല്ലോ. ആ പൂച്ച സാബുവാണ് നിങ്ങളെ കൊണ്ട് നടന്ന് നശിപ്പിക്കുന്നത്. എടി അവന്റെ പേര് പൂച്ച സാബു എന്നാണ്, അല്ലാണ്ട് ബാലനിക്കാൻ നായരെന്നല്ല എന്നെ നശിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇപ്രാവശ്യം പൈസ വേണ്ടേ? അതെന്താടി അങ്ങനെ? അല്ല, ഇമാതിരി ചളി പറഞ്ഞാൽ കിട്ടുമോ? അലക്കാര മൂട്. ഞാൻ വെച്ചോട്ടെ. എന്താടാ? എന്താ ഞാൻ എന്ത് ദ്രോഹമാണ് അവളോട് ചെയ്യണത്? എന്താ? അവൾ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടുണ്ടാ? കറക്റ്റ് കാര്യം. നീ മഹാദ്രോഹമാണ് അവളോട് കാണിക്കണം. അവള് പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യണം. എന്തെങ്കിലും ചെയ്യണം ഞാൻ. പിന്നെ ഇറങ്ങണ നീ ഇവിടുന്ന്. അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, നീ ഇവിടെ വരണവൾക്ക് ഇഷ്ടമല്ല, ഇറങ്ങണ നീ ഇവിടുന്ന്. അത് നീ എന്നോട് കാണിക്കുന്ന ദ്രോഹം. എന്ത് കഷ്ടം. അങ്ങനെ വേണ്ട. നിനക്കറിയാലോ എന്താണ്? അവൾ ഈ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. അവിടെ എന്താ മണല് പണിയാണ്? അവിടെ മണല് പണിയാ. നല്ല 1-ാം തരം ആട് കമ്പനിയിലുണ്ടാ ഹെയർ ഡ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവള്. എന്നിട്ടാണോടാ ഈ പന്നപ്പാട്ടൊക്കെ പാടണത്? പന്നപ്പാട്ടാ? പിന്നെ വലിയ പരസ്യ കമ്പനി ജോലി കിട്ടിയിട്ട് നിന്റെ പരസ്യ കമ്പനി അല്ല, പിന്നെ അവിടെ ചെമ്മരിയാടിന്റെ പൂടെ ഡ്രിമ്മർ വെച്ചിട്ട് എടുക്കും. എന്ത് കിട്ടും? ചെമ്മരിയാടിന്റെ പൂടെ കിട്ടും. അപ്പൊ പൈസ ഒന്നും കിട്ടിയല്ല. എടാ ഇതല്ല അപ്പൊ പ്രശ്നം എന്ന് പറയുമോ, ഇവള് ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷമല്ല എനിക്കിപ്പോ അവളെ കാണാൻ വേണ്ടി തോന്നുന്നു. ഞാൻ മിസ് ചെയ്യണം അവളെ. ഞാൻ മിസ് ചെയ്യണമെങ്കിൽ ഇതെന്നാ ഓക്കെ ഇല്ലേ?
അതല്ലെന്ന് പിന്നെ എനിക്കിപ്പോ അവളെ എന്റെ കൺമുന്നിൽ കാണുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്കിപ്പോ അവളെ നിന്റെ കൺമുന്നിൽ കാണണം, അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ സാന്നിധ്യം കിട്ടിയ അവളുടെ സാന്നിധ്യം ഇവിടെ നിനക്ക് കിട്ടണം. നീ ഒന്ന് കണ്ണടച്ചാ മതി, നിനക്കൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ വരും. ആണോ? ഞാനാ പറയണത്, നിനക്ക് ഞാൻ കൊണ്ടുവരും. അവളെ നിങ്ങളെ കൊണ്ടുവന്ന് നിന്നെ മുന്നിൽ നിർത്തി തരും. ആണല്ലേ? ഒരേ മതി മതിയല്ല. അങ്ങനെ വിട്ടാ ശരി. നീ ഗൾഫിൽ കിടക്കുന്ന എന്റെ ഭാര്യനെ എങ്ങനെ സർപ്രൈസ്? ഹലോ ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ എടാ സാബു, നീ പറഞ്ഞ പോലെ ചെയ്തോളത്തില്ലടാ. ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. ഇതൊക്കെ സമയം കാലത്തിനൊക്കെ വരണം. എന്താ ഇൻസ്റ്റാൾമെന്റ് ആളല്ലേ? അയ്യോ അല്ല, സൂക്ഷിച്ചു നോക്കിക്കേ. എന്റെ ഭാര്യയുടെ കറക്റ്റ് ഫിഗർ ആണ്ടാ. ഒരാളെ പോലെ 7 ആണെന്ന് പറഞ്ഞ ശരി, പക്ഷെ ഇതുപോലെ ഡിറ്റോ ഫിഗറിൽ എന്നൊക്കെ പറഞ്ഞാ എന്റെ പൊന്നു മനുഷ്യ, ഞാൻ നിങ്ങളുടെ വൈഫ് പ്രിയാന്ന്. പിന്നെ എന്റെ ഭാര്യ ഗൾഫിൽ നിന്ന് പിന്നെ വിളിച്ചു വെച്ചോളൂ. അത് നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചല്ലോ. സർപ്രൈസ്. അതൊരു സന്തോഷം ഇല്ലാത്ത എന്താ? അയ്യോ, ഓ ടൈമിങ് തെറ്റിയെങ്കിലും എനിക്ക് ഇതായിരുന്നു വേണ്ടത്. ആരാ ഇവള്? മിണ്ടരുത്. അപ്പുറത്തെ മൃദുല പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല. സത്യം പറഞ്ഞ ആരാ ഇവള്? നിനക്ക് എന്താടാ? എന്താണ് നീ എന്ത് കാണിച്ചോണ്ടിരിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് നിന്റെ ഭാര്യയുടെ സാന്നിധ്യം വേണം? എന്തോ ഇത്? ആരാ ഇതെന്നാ ചോദിച്ചത്? പൂച്ച. ഓഹോ, ഒരു പൂച്ചയെ കണ്ടാ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കായി. ചുമ്മാ എന്നോട് കള്ളത്തരം പറയരുത് കേട്ടോ. പൂച്ച സാബു, ഇങ്ങോട്ട് വന്നേ. ഇയാൾ എന്തിനാ എന്റെ നൈറ്റ് എടുത്തിട്ടേക്കുന്നത്? കൊള്ളാലേ? കൊള്ളാലേന്ന് നല്ലതാണോ? എന്റെ ഭാര്യക്ക് കൊടുക്കായിരുന്നു. അങ്ങനെയല്ല പറയേണ്ടത്. ആർപ്പോ അങ്ങനെ അന്നെങ്കിലും സാധനം കയറും. എന്ത് കഷ്ടോടാ ഇത്. നീ എന്തിനാണ് അവിടെ ലെഗിൻസ് ഇട്ടിട്ടേക്കണത്? മര്യാദക്ക് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. ഇറങ്ങി പോവാൻ. ചേച്ചി ഒരു കാര്യം ചേച്ചി നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇല്ലാത്തന്റെ ഒരു കുറവ് ഞാൻ ഇവിടെ വരുത്തിയിട്ടില്ല, അറിയാവാ? എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കണം. എന്നിട്ട് പറയാം ഞാൻ ഇറങ്ങി പോകാനായിട്ട്. ഒരു ഭാര്യയായ ഞാനിത് കേൾക്കണം. ചുമ്മാതല്ല നിങ്ങൾക്ക് എന്നോട് അകൽച്ച. അകൽച്ചോണ്ട് നീ അല്ല അകന്നു പോണത്. അതുപോലെ തന്നെയാണ് എന്റെ അടുത്തും അകൽച്ചയുള്ളത്, അറിയാവോ? എന്റെ അടുത്ത് ഈ അകൽച്ച കാണിക്കാറുണ്ട്. എടാ നീ എന്താ കാണിക്കുന്നതാ? നിന്റെ ഭാര്യയില്ലാത്ത വലിയ കുറവും ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ പിന്നെ എന്താ പറയണത് എന്റെ അടുത്ത്? എടോ ഇയാള് സങ്കടപ്പെടാതെ. ഭർത്താക്കന്മാരെ പാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇയാൾ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞ അവന് മനസ്സിലാക്കി കൊടുക്കും. ചേടാ ഇതിപ്പോ 2 കെട്ടിയ അവസ്ഥയായി പോയല്ലോ. ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലാക്കി തരണം. എടി അതല്ല, ഇവള് പറഞ്ഞ എന്താന്ന് വെച്ചാല്, എടി നീ ഇല്ലാ സമയത്ത് പാത്രം കഴുകാനും അലക്കാനും ഭക്ഷണം വെക്കാനും വരുന്ന പറഞ്ഞത്. അതാണോ? ഞാൻ വെറുതെ എന്തൊക്കെയോ കടന്നങ്ങ് ചിന്തിച്ചു. മറ്റേ കാര്യം പറഞ്ഞില്ല. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു പോയി. ഇനി അകന്ന് പോകണ ഈ മറ്റേ കാര്യം എന്താടാ? നീ ഇവരുടെ അയൽക്കൂട്ടത്തിൽ ഞാനാണ് കൃത്യമായിട്ട് പോയി അവിടെ പൈസ അടക്കണത്, അല്ലെ ഫൈൻ ആര് വെക്കും? അതാ ഞാൻ പറഞ്ഞു. അയ്യോ അതായിരുന്നു. ഞാൻ വെറുതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. മറ്റേ കാര്യം പറഞ്ഞില്ല. ഓഹോ, നിങ്ങൾ തമ്മിൽ മറ്റേ കാര്യം മാത്രമേ ഉള്ളല്ലേ? നീ എന്താ മറ്റേ കാര്യം എന്താ? നിനക്ക് നീ വിളിക്കുമ്പോ ഞാൻ ലിക്കർ മേടിച്ചോണ്ട് വന്നില്ലേ? ഓഹോ, അപ്പൊ ഞാനറിയാതെ ഇവിടെ കള്ളുകൂടി ഉണ്ടല്ലേ? നീ ഇപ്പൊ അത് പറഞ്ഞൂടെ? നിക്കർ നിക്കർ എന്നാണ് പറഞ്ഞത്. നിക്കർ നിക്കർ. എനിക്ക് നിക്കറിലാണ്ട് പറ്റുമോ? നീ ദുബായിൽ നിൽക്കുമല്ലോ നിക്കർ കൊണ്ടുവന്നാ? വൃത്തികെട്ട സംസാരം ഒന്ന് നിർത്താമോ? ആ നിക്കറിൽ ഇങ്ങനെയാണ് വൃത്തിയേടാവുന്നത്. ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ലേ? ഇറങ്ങി പോടി. നീ ഇറങ്ങി പോവാൻ. ഓഹോ അങ്ങനാണോ? ആയിക്കോട്ടെ. കണ്ടാ എനിക്കവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിന്നോട് ഇറങ്ങി പോകാൻ നീ പോയില്ലേ? നിനക്ക് അന്തസ്സുണ്ട്, ഇറങ്ങി പോടാ അവിടുന്ന്. ഞാൻ പോയല്ല, ഇവന് അന്തസ്സില്ല. അന്തസ്സില്ല. ഞാൻ അന്തസ്സില്ലാത്ത കുടുംബത്തിലാണ് ജനിച്ചത്. ആ അന്തസ്സുകൾ ഞാൻ കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല. വീട്ടിൽ ദാരിദ്ര്യം ഇല്ലെന്ന് പറയുന്നത് പോലെ നല്ല അന്തസ്സില്ലാത്ത കാര്യം പറഞ്ഞു. കുറവാണോ? കുറവാണ്, എനിക്കറിയാം. അത് പറയാൻ അവന് ഒരു കുറവുമില്ല. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താണ്? ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചത്. സ്ത്രീയെ ഒരാളെ വിളിക്കുമ്പോ ഇങ്ങനെ കാണിക്കണം, അല്ലാണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് വന്നു പറയുമ്പോ രണ്ടുപേരും വരും. എന്താ എന്താ ഇങ്ങനെ കൊടുക്കണം? ഒരു 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് വന്നേക്കാണത് മിസ്റ്റർ ഇന്ത്യയുടെ. അതല്ലെന്ന്. അതെ, ഇവള് ദുബായിൽ 6 വർഷമായിരുന്നു, ഇപ്പൊ വന്നേക്കാണ്. ഞങ്ങൾക്ക് തമ്മിലൊരു പ്രൈവസി വേണം, മനസ്സിലായാ? ഞങ്ങൾക്കല്ല, നമ്മക്കെന്ന് പറയാം. നമുക്കല്ല, ഞങ്ങൾക്ക് ഒന്ന് വരാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെ തിരിഞ്ഞാ ചേട്ടന്റെ മുഖത്ത് എന്തോ ഒരു നഖം കൊണ്ട പാട്. അത് പൂച്ചമാന്തിയാണ്. തനിക്ക് എന്തിന്റെ വിഷമാടോ? ഞാൻ എന്തിനാ എന്റെ ചേട്ടന്റെ മുഖത്ത് മാന്തിയത്? അയ്യോ, അത് ഒറിജിനൽ പൂച്ച മാന്തിയത്, അല്ലാണ്ട് ഞാൻ മാന്തിയതല്ല. അതുകൊള്ളാം. ഒന്ന് പറഞ്ഞു. എടാ ഞാൻ വൈകിട്ട് നിന്റെ വീട്ടിൽ വന്നു, നീ പോടാ. ഞാൻ പോയല്ല, എനിക്ക് ഈ പെട്ടി തുറന്ന് കാണണം, അതിൽ നിന്ന് കിട്ടാനുള്ള കിട്ടിയാൽ ഞാൻ പോവാം. പെട്ടി തുറന്ന് നീ പോവോ? അതെ,
അവനിപ്പോ പോവാന്ന് പറഞ്ഞ് നമുക്കേ പെട്ടി പൊട്ടിക്കാം. കെട്ടിപ്പിടിച്ചിട്ടല്ല പെട്ടി പൊട്ടിക്കാന്ന്. നീ പോണ്ടാ നീ പോണ്ട എടുക്കണ ഞാൻ ഒഴിക്കും ഞങ്ങൾ കള്ളുടിക്കാൻ വേണ്ടി പോവാ. ആണോ? ഞാൻ നിങ്ങളുടെ താലി കെട്ടിയ ഭാര്യയല്ലേ? എന്നെ മുന്നിൽ നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ. എടാ സംഭവം പണി പാളിക്കിടക്കേട്ടാ. ഈ പുള്ളിക്കാരിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളാടി പിടിച്ച്. അതാണ് പുറത്ത് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലടി ഫോൺ വിളിക്കുമ്പോ. പക്ഷെ നാക്ക് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായതാണ്. ഒരു കാര്യം ചെയ്യുന്നു, ഒരു ഗ്ലാസ് കൂടെ എടുക്കുന്നു, മൂന്നാക്കുന്നു, വട്ടടിക്കുന്നു നമ്മള്. നിങ്ങൾ ഇനി മുതൽ ഈ ചീത്ത സാധനം പോട്ടാ. എന്താ പോട്ടെ? അത് പോയിക്കോട്ടെ. എന്താ ഈ ചീത്ത സാധനം കാണുന്നില്ലേ? അവളുടെ ബാഗില്ലേ സ്കോച്ച് വിസ്കി ഇരിപ്പുണ്ട്. ഞാൻ മേടിച്ചു തരൂലേ? എന്നാ അതെടുക്ക്. എടുക്ക്. എന്ത് സ്കോച്ച് വിസ്കി? പുതിയ പെർഫ്യൂമാ? മറ്റേ ബ്രാൻഡ് സ്കോച്ച് വിസ്കി എടുക്കാൻ. അതെന്താണെന്ന്? എടി മദ്യം മിണ്ടി പോകരുത്. മദ്യം ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞാൻ ഇതെടുത്ത് കളഞ്ഞത്. മദ്യം ഇല്ലപ്പേ? ഇല്ല. മദ്യം ഇല്ലടാ. വിധിയാരുമില്ലാതെ അവസാന യാത്ര. താനിത് എന്തോടാ കാണിക്കുന്നത്? ആകെ ഇച്ചിരി കിട്ടിയുള്ളത് മൂക്കിലേക്ക് മണത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തലക്ക് കയറി പിടിക്കുമല്ലോ. അതൊന്നും കാണിക്കാണ്ട്. എടി 6 വർഷം പോയിട്ട് നീ ദുബായ് കഷ്ടപ്പെട്ടാ, എന്നിട്ട് ഈ പെട്ടിൽ ഒരു സാധനം കൊണ്ടാണ് നീ വന്നത്. അങ്ങനെ പറയണ്ട. എനിക്ക് ജീവിക്കാനുള്ള വകയായിട്ടാ ഞാനിവിടെ വന്നത്. അത് മതി. നമുക്ക് ജീവിക്കാനുള്ള വകയും കൊണ്ട് നീ വന്നല്ല. അല്ലാണ്ട് നമുക്ക് ജീവിക്കാനുള്ള കൊണ്ട് വരുള്ളൂ. എങ്ങോട്ട് നമുക്ക് ജീവിക്കാനുള്ള, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ല എനിക്കും തരണയില്ലെന്ന്. അതിന് നീ പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്താ ഉള്ളത് നോക്കട്ടാ. എടുക്ക്. അത് മത്തി. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വില കൂടിയ സാധനം ഇതാ. ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. അത് ശരി. ഈ മത്തി കൊണ്ടാണ് വന്നേക്കണത്. അതെ. അടച്ചു വെച്ചോ, പൂച്ച കൊണ്ടുപോകും. പിന്നെ എന്റെ കമ്മുമിന്ന് പൂച്ച കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി പൊളിക്കും. ആ പൂച്ചയല്ലെന്ന്, ഈ നിൽക്കുന്ന പൂച്ച ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞത്. നീ ഇതിവിടെ കൊണ്ടിട്ട് എന്ത് കാണിക്കാൻ? ഞാനായ റോഡുകളിലൊക്കെ കൊണ്ടുപോകുന്നു. നല്ല പിടക്കണ മീനെ മത്തി ചാല ഓടി വായോ വാരി തരാം. നിനക്ക് ദുബായിൽ എന്താണ് ജോലി? ഇതൊക്കെ തന്നെ. നീ എന്നാടി പോണത്? ഞാനല്ലല്ലോ, നിങ്ങളാ പോകുന്നത്. അതിനുള്ള വിസയും പാസ്പോർട്ടും ഞാൻ വന്നേക്കുന്നത്. ഞാനാ? അതെ. അപ്പൊ നീ പോണില്ലേ? ഇല്ല. എടാ ഇത് പറഞ്ഞേട്ടാ, ഇനി ഇവള് പോണില്ല എന്നോട് പോകാനായിട്ട്. അത് നല്ല കാര്യമല്ലേ? നീ പോടാ അവിടുന്ന്. ഞാൻ പോയി പിന്നെ ഈ വീട്ടിലാരാ? നിന്റെ ഒരു പാന്റ് ഷർട്ട് ഇവിടെ വെച്ചാ മതി. അതെന്തിനാണ്? നിന്റെ സാന്നിധ്യം ഞാൻ ഇവിടെ കാണിച്ചാ പോരെ. പൂച്ച. ഇപ്പോഴാണ് ഇയാൾ ശരിക്കും പൂച്ചയായത്. അംബികാമ്മ നന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവരുടെ സ്കിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ എസ്പെഷ്യലി നമ്മുടെ പൂച്ചയാണ്. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു അവരുടെ ടൈമിങ്. മുടി ഫേസ് കവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനത് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അത് കാരണം എക്സ്പ്രഷൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് പോയി. എനിക്കിഷ്ടമായി. നന്നായിരുന്നു. വെരി നൈസ്. താങ്ക് യു അംബികാമ്മ. ചേട്ടാ, വിനോദ്, ഷജീർ, സുമി, നന്നായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സുമിയെ പിന്നെ വേറൊരു ഗെറ്റപ്പിൽ കാണാൻ പറ്റി. തമാശകൾ കുറച്ചുകൂടെ വേണം എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണത്. കുറച്ചുകൂടെ നമുക്ക് നിങ്ങൾ വരുമ്പോഴൊക്കെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ പേഴ്സണലി നമുക്ക് തോന്നും. അത് മാത്രമുള്ളൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുള്ളൂ. എന്തായാലും അടുത്ത പ്രാവശ്യം അത് പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, നന്നായിരുന്നു. ഇച്ചിരി കുറവാ എന്ന് പറഞ്ഞ ആ ഭാഗമായ ഇടയ്ക്കത്തെ ഭാഗമാണ്. അവിടെ കുറേ സ്ഥലങ്ങളിൽ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. വേറെ അതായത് നമ്മുടെ ഒരു ഡ്രാമ കാണുന്നതിൻ്റെ ഫീലിങ്ങേ ഉള്ളൂ. ഒരു മിമിക്രി കാണുന്നതിൻ്റെ ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടിയില്ല. സംഭവമൊക്കെ നല്ലതാണ്. ഒരു വൃത്തിയുണ്ട് കാണാനായിട്ട്. നല്ല ആർട്ടിസ്റ്റുകളും അടുത്ത് നല്ല സ്ക്രിപ്റ്റ് ആവട്ടെ. ഇത് നല്ല രസമുള്ളൊരു സാധനമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിരിയും കൂടെ കൊണ്ടുവരാമായിരുന്നു. ഷാജോണിന് മാത്രമല്ല നമുക്കെല്ലാം ഫീൽ ചെയ്തതാണ്. സാരമില്ല, അടുത്ത പ്രാവശ്യം ചിരിക്ക് വേണ്ടിയിട്ട് മെനക്കെടുക, ചിരിപ്പിക്കുക. ഓക്കെ. താങ്ക് യു നസീർക്ക. അപ്പൊ നമുക്ക് മാർക്സ് വാങ്ങിക്കാം. അംബികാമ്മ എത്ര കൊടുക്കാം? ഞാനൊരു 10,000 നല്ല മാർക്കാണ്. ഷാജി ചേട്ടാ, ഞാനൊരു 8 മാർക്ക് കൊടുക്കും. 18,000 രൂപ ഇട്ടിട്ടുണ്ട്. ഞാൻ ബാക്കി അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണാം. 35,000 രൂപ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് പുതിയൊരു സംരംഭമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു ടീമാണ് സ്കിറ്റുമായിട്ട് വരുന്നത്. വിളിക്കട്ടെ? വിളിക്ക്. കൊച്ചി പ്രതി ചേട്ടൻ, ജിഷ ആൻഡ് മനോജ് ചേട്ടൻ. ഡോക്ടർ, മേ ഐ കമിൻ സർ? നോ, വേണ്ട. വീട്ടിൽ ചെന്നാലും ഒടുക്കത്തെ പണി, ഇവിടെ വന്നാലും ഒടുക്കത്തെ പണി. മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? ഡാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് ഇവിടെ നിന്നോണെന്ന്. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. സാബുവേട്ടൻ? അതെ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല?
ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ KS ചിത്രയൊന്നല്ലല്ലോ. 1 മുതൽ 10ാം ക്ലാസ് വരെ വട്ടനാട് സ്കൂളിൽ സരയു. 1 മുതൽ 10ാം ക്ലാസ് വരെ കരയോന്നാ? അതല്ല, ഒരുമിച്ച് പഠിച്ച സരയു. സരയു PS. ഹോ, അരപ്പാവാടക്കാരി അങ്ങ് വളർന്നു വലുതായല്ലോ. ഈ പൊടിമീശക്കാരനും. പൊടിമീശലടിക്കുന്നവര് ആരാ പറഞ്ഞെന്ന്? അതല്ല, ഈ പൊടിമീശക്കാരനും. കല്യാണം ഒരുപാട് ആലോചനകൾ വന്നു, പക്ഷെ ഒന്നും നടന്നില്ല. വന്ന ആലോചനക്കാരൊക്കെ വീട്ടിൽ പോയിട്ട് നല്ലോണം ആലോചിച്ച് കാണും. അതുകൊണ്ടല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് തനിച്ചാ. കൊച്ചു കള്ളൻ. കൊച്ചു കള്ളൻ കുറച്ചു നേരമായിട്ട് ഇവിടെ വെയിറ്റിംഗ്. മിണ്ടാതിരുന്നോ? അതാരാ? അത് ഇന്നലെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചൊരു കള്ളനാ. മെഡിക്കലിന് കൊണ്ടുവന്നതാ. മെഡിക്കലിന് വന്നാണോ? എന്റെ കഞ്ഞി മെഡിക്കലാ എന്ന് പറഞ്ഞ എനിക്കൂടെ വാങ്ങിക്കോ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. എന്ത്? കഞ്ഞി മേടിക്കാൻ പോവല്ലേ? കഞ്ഞി മേടിക്കാൻ പോണ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തതിന് ശേഷം എന്റെ ആദ്യത്തെ മെഡിക്കലാ. അതെ, സാബേട്ട് പണ്ടേ ഉടായിപ്പാന്ന് എനിക്കറിയാം. ശരിക്കും ഡോക്ടർ തന്നെയാണോ? സത്യമായിട്ടും ഡോക്ടർ. കോട്ട്, സ്റ്റെതസ്കോപ്പ്. നിങ്ങള് മെഡിക്കൽ എടുക്കണ്ടെങ്കിൽ എടുക്കാം, എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുള്ള. ജയിലിൽ പോയി കിടക്കാനല്ലേ? അവനെ പിടിച്ചുകൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ കഴിച്ചിട്ട് വേഗം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവസി കിട്ടില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. കൊണ്ടുപോവാ. വലയിട്ട് മൂടി പിടിച്ചുകൊണ്ട് അതെന്താ റംബുട്ടാനോ? റംബുട്ടാനേക്കാളും വലിയ മുതലാ. മുംബൈ പോലീസ് 5 ലക്ഷം രൂപ വില പറഞ്ഞിട്ട് വരെ തലക്കി. അങ്ങനെയാണെങ്കിൽ മുംബൈ പോലീസിന് പിടിച്ചു കൊടുത്തിട്ട് കാശ് മേടിച്ചൂടെ? ഞാൻ അവരെ വിളിച്ചതാ, പക്ഷെ ഇപ്പൊ അവരുടെ അടുത്ത് റൊക്ക എടുക്കാൻ കാശില്ലാന്ന്. കാശ് കിട്ടുമ്പോ അവര് വിളിക്കാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വേണം എനിക്ക് 2 കടകവള വാങ്ങിക്കാൻ. എന്റെ സാറേ, മുംബൈ പോലീസിന്റെ അടുത്ത് 3.5 ലക്ഷം രൂപ പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചേക്കണ. എടാ, നിന്നെ പിടിച്ച് നീ പോലീസിൽ ഏൽപ്പിച്ച പോയി ജയിലിൽ കിടക്കണ്ടേ? 1 ലക്ഷം രൂപ കോടതി കെട്ടി വെച്ചാൽ നീ സുഖമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി പോരാം. 2.5 ലക്ഷം രൂപ ബാക്കി കയ്യിൽ അടിച്ചു പൊളിക്കാൻ പാടില്ലേ? അമ്പടോ, കാഞ്ഞ ബുദ്ധിയല്ലോ നിനക്ക്. ഇവനെങ്ങനെ നിർത്തിയാ മതിയാ? വലയെന്ന് പുറത്തേക്ക് ഇറക്കണ്ടേ? എന്റെ സാറേ, ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. എന്തൊരു ഉഷ്ണം പറയാൻ അതിനകത്ത്. വലയരുള്ളില്ല ഉഷ്ണ എവിടെയായാലും ഉഷ്ണല്ലേ? ഹലോ, എന്തോ വലയെന്ന് പുറത്തിറങ്ങണ്ടേ? അതെ, മിണ്ടാന്നോ? ഞാൻ അയച്ചുതരാം. കൊടുത്തു പിടിക്കവിടെ അയച്ചുതരാന്ന്. തളിർവലയോ താമരവലയോ കാലിപ്പൊൻവലയോ. ഞാനിവിടെ കിടന്ന് ഞാൻ വലയോ? നിന്റെ പേരെന്താ? മലഞ്ചരക്ക് മാധവൻ. മലഞ്ചരക്ക് എന്നുള്ളത് വീട്ടും പേരാണോ? സാറിന്റെ പേരെന്നാ? എന്റെ പേര് ഡോക്ടർ സാബു. ഡോക്ടർ എന്നുള്ള സാറിന്റെ വീട്ടുപേരല്ലോ? അല്ല, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ സമ്പാദിച്ച ഡിഗ്രിയാ. ഇത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ എന്റെ ഡിഗ്രിയാ. അമ്പടാ, മലഞ്ചരക്കുന്നോ? മലഞ്ചരക്ക് കടയിൽ കയറിട്ടേ ജാതിക്ക് ഏലയ്ക്ക് മോഷ്ടിക്കലോ എന്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് നാട്ടുകാരിട്ട് പേരാ മലഞ്ചരക്ക് മാധവൻ. എന്തിനീ കൊച്ചു കൊച്ചു സാധനങ്ങൾ മോഷ്ടിക്കണേ? എന്റെ സാറേ, എനിക്ക് പൊക്കാൻ പറ്റണല്ലേ, എനിക്ക് കക്കാൻ പറ്റുള്ളൂ. അമ്പടാ, ഇതെന്താ കയ്യില് കാണിച്ചു വെച്ചേക്കണേ? മത്തി പറഞ്ഞ പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതൊരു ടൈമിങ് തെറ്റിപ്പോയതാ. ടൈമിങ് തെറ്റിപ്പോവേ? കഴിഞ്ഞ ദിവസം ഞാൻ പണിയും കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പൊ ഞാൻ പലിശ കാശ് കൊടുക്കാനുള്ള അണ്ണാച്ചി പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഈ പുള്ളിനെ കണ്ടുപരി എന്നെ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ആ നേർച്ച പെട്ടിയുടെ പുറയിൽ പോയി ഒളിച്ചു. ഈ തമിഴ്നാണെങ്കിൽ വന്നു വെച്ചാൽ അവിടെ നിന്ന് വെച്ചാൽ അന്യായ പ്രാർത്ഥന. എന്ത്? എന്റെ കർത്താവേ, എനിക്ക് പലിശ കാശ് എടുത്ത എല്ലാവന്മാരെയും കാണിച്ചു തന്നേക്കണേ. എന്നിട്ട് അവന്റെ പ്രാർത്ഥന കപ്പേടി കേട്ട് കപ്പ്യാരും അച്ഛനും നാട്ടുകാരും ഒക്കെ കൂടി വന്ന് എന്നെ വളഞ്ഞിട്ട് പിടിച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരുത്തിന് എന്റെ കിറുക്കിട്ടൊരൊറ്റ കുത്ത്. ചോദിക്കാം, എടാ നേർച്ചപ്പെട്ടി നിർത്ത പൈസ എടുക്കാൻ. അപ്പൊ നീ എടുത്തിട്ടില്ലെന്ന് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കള്ളനെന്ന് പറഞ്ഞ ലേബൽ എനിക്ക് അടിച്ചു തന്നേക്കല്ലേ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ആരേന്ന് ഉറുമി ഓരോ ഒറ്റ ഊരല. 18ാമത്തെ അടവ് 20 അടവ് അടച്ചതാണേ. ഈ പുള്ളി അത് പതിച്ചുള്ളത്. ഈ തമിഴൻ ഇടാൻ പറ്റുമോ? ഭൂമിദേവിനെ അങ്ങനെ വന്ദിച്ചിങ്ങനെ നിവർന്നതും ഒരുത്ത നിറന്തലയ്ക്ക് ഒരു ഒറ്റയടി ഗോയിസോടെ പൊട്ടിക്കണമാതിരി എന്റെ കണ്ണ് രണ്ടും ചാടി പുറത്തേക്ക് വന്നു. ഈ കണ്ണ് തല്ലി ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ഒന്നും നോക്കാണ്ട് അച്ചാലും മുച്ചാലും അറഞ്ച പറഞ്ഞ ഉറുമി ഇങ്ങനെ വീശി ഒരു ഒറ്റ കറക്കി 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 ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിന്ന് നോക്കുമ്പോട്ടില്ല എന്നെ കാണുന്നറിയാമോ? എന്താണ്? നമ്മുടെ ഈ പൂന്തോട്ടത്തിലൊക്കെ ചെടി നനയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓസ് വെച്ചല്ലേ, അതുപോലെ കടകട 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 പോയിട്ട് ചോര ചീറ്റിന്. നാട്ടുകാർ മൊത്തം വീണെടുക്കണ്ടാവല്ലോ. നാട്ടുകാരുടെ ജോലിയല്ലാതെ പിന്നെ ഉറുമി എടുത്തിട്ട് ടൈമിങ് തെറ്റിയിട്ട് നെഞ്ചും വയറൊക്കെ കീറി പൊളിഞ്ഞാകെ നാശകോശായില്ലേ. എന്നിട്ട് എന്റെ പൊന്നു സാറേ, വെളുത്ത മുണ്ടെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് വന്നാ ഞാൻ. ചോന്നമുണ്ടല്ലോ അത്. ഈ ചോര വീണ് ചോന്നല്ലേ? അതിന് മുഴുവൻ കറുത്ത കുത്തുകളാണല്ലോ. കറുത്ത കുത്തല്ലാതെ ഒരു പണി എടുക്കാണ്ട് ചോര പിടിക്കാൻ വന്നിരിക്കണ മെനകെട്ട കൊതുകളാതെ. പച്ചക്കള്ളം
ഇവനെ പിടിച്ചതേ പള്ളിയുടെ അവിടെ നിന്നല്ല കായലിന്റെ അവിടുന്നാ. അതെന്നെ സംഭവം അറിയാമോ? ഇവിടെ എന്നെ പിടിച്ചപ്പോ എനിക്ക് രക്ഷയില്ലാന്ന് തോന്നി. നേരെ കായലിലേക്ക് ഒരൊറ്റ ചാട്ടം. അവിടെയും ടൈമിങ് തെറ്റിപ്പോയി. അവിടെയും ടൈമിങ് തെറ്റി. അവിടെ കമ്പവല വലിച്ചു കെട്ടിക്കൊല്ലായിരുന്നോ? ഈ വലയെന്ന് ചെന്നടിച്ചിട്ട് ചൗരമ അടിച്ച പന്ത് പോലെ തെറിച്ച് നേരെ നാട്ടുകാരുടെ അടുത്തേക്ക്. ഇതിന്റെ അടുത്ത് ഇടയ്ക്ക് ഒരുത്തിനെ ചാടി ഡൈവ് ചെയ്തൊരു ഒറ്റ കൂട്ടിപ്പിടുത്തം. അതാരാ? ആരാന്ന് എനിക്കറിയാം. ആരാണെങ്കിലും സൂപ്പർ ഗോളിയവൻ. കബഡിനറിയോ? വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ളവൻ. അങ്ങനെയാണെങ്കിൽ മോഷണത്തിന് പോകേണ്ട വല്ല ജോലിക്ക് പോയി ജീവിച്ചുകൂടെ നിനക്ക്? കൈമൾ മാഷ്ട മോനെ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. കക്ക മാത്രം പഠിച്ചില്ല. ഞങ്ങളുടെ സ്റ്റേഷനിലെ 14 മോഷണ കേസ് ഉണ്ട് ഇവന്റെ പേരിൽ. അതല്ല മലയാളത്തിൽ പറഞ്ഞ കക്കാൻ പഠിച്ചില്ലെന്ന്. പഠിച്ചിട്ട് കക്ക വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് എന്നെ പിടിക്കോ? ഇതൊക്കെ ഉണ്ടല്ലോ എന്റെ അച്ഛനോട് ഒറ്റ ഒരുത്തം കാണണം. അച്ഛനും കള്ളനായിരുന്ന? അച്ഛൻ കള്ളനല്ല. പിന്നെ അച്ഛൻ എപ്പോഴും പറയും മക്കളെ കക്കാൻ പഠിച്ചാ പോരാ നിൽക്കാനും പഠിക്കണം. ഈ ആൾക്കാർ ഓടിക്കുമ്പോ ഞാൻ അവിടെ നിൽക്കും, ആൾക്കാർ ഒന്ന് എന്നെ പിടിക്കും. അങ്ങനെയാണ് ഇവനെ പിടിക്കണത്. നിന്റെ കണ്ണിനോട് എന്തൊരു കറുത്തപാട്? അതവന്റെ മുഖത്തുള്ളതാ പാലുണ്ണി. പാലുണ്ണി? എല്ലാ കള്ളന്മാരുടെ മുഖത്തുണ്ടാവും ഒരു പാലുണ്ണി. ഇത് പാലുണ്ണി മോരുണ്ണി എന്നല്ല. പിന്നെ നമ്മൾ ഈ കക്ക കിടന്നെടുത്ത് CCTV ക്യാമറ ഉണ്ടാവില്ലേ, അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിച്ചൊട്ടിക്കണ ചൂയിങ്കലേത്. അപ്പൊ എന്തിനു ഉരുട്ടി മുഖത്ത് വെച്ചേക്കണേ? ഈ സാധനം ആവശ്യമുള്ള സമയത്ത് കാണാതെ അതായത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് വെച്ചേക്കണല്ലേ. അമ്പടാ, എന്താ അവന്റെ ബുദ്ധി? അതെ, ഇവനെ അധിക നേരം ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. കോടതിയിൽ ഹാജരാക്കാളതാ. അപ്പൊ ആ മുറിവൊക്കെ ഒന്ന് ഡ്രസ് ചെയ്യണായിരുന്നു ഇവന്റെ മേത്തെ. അത് ഞാൻ നോക്കാം. അയ്യമ്മോ, ഇത് എന്താ മേത്ത് കാണിക്ക? മൊത്തം മുറിവാണല്ലോ. ഇതെങ്ങനെ ഡ്രസ് ചെയ്യാനാ? ഒരു കാര്യം ചെയ്താലോ, ഓയിൽമെന്റ് ബക്കറ്റിൽ കലക്കിട്ടേ ബ്രഷിൽ മുക്കിയാണ്ട് അടിച്ചാലോ? അങ്ങനെ അടിക്കണെങ്കിൽ ഒരു 2 കോട്ട് കൂടുതൽ അടിച്ചോ. എന്തേ? നല്ല ഫിനിഷിംഗ് ആവട്ടെ. കാലം മാറി കഥ മാറി കാലാവസ്ഥ എങ്ങും മാറി പായലേ വിട പൂപ്പലേ വിട എന്നെ. എനിക്ക് കാലോണ്ട് വയ്യാന്ന് അറിയില്ലേ? എനിക്കും വയസ്സായി, എന്റെ പോലീസിനും വയസ്സായി. അതെ, നിന്റെ കളിയൊക്കെ ഇവിടെ നടക്കും. കോടതിയിൽ ഹാജരാക്കുമ്പോ അവിടുത്തെ മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ, കണ്ണി ചൊരലിയാത്ത മനുഷ്യനാ. അയാളിട്ട് പൊരിക്കും അവിടെ ഇട്ട് നിന്നെ. ഒന്നും മിണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയുടെ ഞാൻ പോയതാ. അവിടെ മജിസ്ട്രേറ്റിന്റെ റൂമിന്റെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. എന്നിട്ട് ഈ ആൾക്കാർ വെറുതെ അങ്ങനെ കുറ്റം പറയണോ? എന്തേ സാറേ ഈ ഭയങ്കര നെഞ്ചുവേന. ചെസ്റ്റ് പെയിൻ ആയിരിക്കും. ജസ്റ്റ് പെയിൻ ഒന്നുമല്ല, നല്ല പെയിൻ ഉണ്ട്. നല്ല പെയിൻ ഉണ്ട്. ഞാൻ നോക്കിയോട്ടെ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ. ആരാ സ്റ്റോർ റൂമിന്റെ ഡോർ തുറന്ന് കളിക്കണേ? ഡോർ തുറന്നല്ല, ഞാൻ ശ്വാസം വലിച്ചാ. ശ്വാസം വലിച്ചു വിട്ടതാണോ? ഒന്നുകൂടി വലിച്ചു വിട്ടെ. ശബ്ദം ഒന്നും കേൾക്കണില്ലേ നീ? ഒന്നുകൂടി. നിനക്കെന്താ ഹൃദയം ഇല്ലേ? കുറുക്കാമ്പതിന്റെ മുകളിലാണോ കോപ്പിടുന്ന് വെച്ചേക്കണത്? പിന്നെ കേക്കണെങ്കില് ഇവന്റെ ഹൃദയത്തിന്റെ മൊത്തം ഭാഗം പോയി എടുക്ക. ചെസ്റ്റിന് ഒരു എക്സ്റേ എടുക്കേണ്ടി വരും. അതെ, ഇവനിപ്പോ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വലയെന്ന് അഴിച്ചവൻ ചാടിപ്പോവും. സ്കാൻ ചെയ്ത റിപ്പോർട്ടിന് അത് മതിയാവോ? സ്കാൻ ചെയ്ത റിപ്പോർട്ട് പോരാ, എന്നാലും നമുക്ക് കുറച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാലും ഒഴിവാക്കി വിടാം. നോട്ടെ, ഇതാണോ? ഇതില് മൊത്തം പ്രശ്നമാണല്ലോ. ഇതില് ഇവന്റെ ചെറുകോടലും വൻകോടലും പിണഞ്ഞാ കിടക്കണത്. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമെന്നാ? അങ്ങനെ കിടന്ന വലിയ പ്രശ്നമല്ലേ? അതൊന്നും അല്ല ഇത്. കഴിഞ്ഞ വർഷം നമ്മുടെ വാർഷികത്തിന് DIG ഭാര്യ വന്നില്ലേ? DIGയുടെ ഭാര്യയുടെ 10 പവന്റെ മാല കാണാണ്ട് പോയായിരുന്ന ആ മാലയാണ് ഈ കിടക്കണ മാല. അതെങ്ങനെ ഇവിടെ വന്ന്? ഞാനൊന്ന് അടിച്ചു പറ്റി, ഞാനത് വിഴുങ്ങി. എന്റെ സാറേ, ഇത് ഞാൻ ഇവിടുന്ന് എടുക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ എന്തോരം പാട് കിട്ടുന്ന അറിയാമോ? സാറ് ഇത് എടുത്തു തരാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും 50-50. എന്ത്? ഈ മാല ഞാൻ എടുത്തന്നല്ല. ഇവനെ വേഗം കൊണ്ടുപോകാൻ നോക്കി. എന്റെ പണി കളയാനുള്ള പരിപാടി ഇവൻ നോക്കാൻ നിൽക്കണത്. അതെ, ഞാൻ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ട് തരാം. ഇവൻ അത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ഹാജരാക്കിക്കോട്ടാ. ഓ, വെക്കാനായിട്ട് സീല് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മൊബൈലിന്റെ ബോക്സിലെ സീലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൊബൈലിന്റെ ബോക്സിൽ സീലായിരുന്നോ? അതെ. എനിക്കൊന്നും വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇവൻ പെരും കള്ളനാന്ന്. അല്ല, എന്റെ കൈമ കിടന്ന വള എന്തിയെ? അതോ പഠിച്ചു മാറ്റിയാ? അത് പോവാടെ പോക്കോട്ടെ. റോൾഡ് ഗോൾഡാ. റോൾഡ് ഗോൾഡാ? റോൾഡ് ഗോൾഡിന്റെ വലയും കൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കണം. നിങ്ങളുടെ വള പെരുങ്കള്ള. 10 മിനിറ്റ് അവിടെ നിന്നപ്പോഴേക്ക് നീ മൊത്തം അടിച്ചു മാറ്റിയല്ലോ. നീ എക്സ്റേ മെഷീൻ അടിച്ചു മാറ്റിന്റെ പോ. അതിനെടുക്കൂല, അതവിടെ ഇരുന്നോട്ടെ. അതെന്തേ? എന്റെ സാറേ, ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ പൊക്കാൻ പറ്റണല്ലേ എന്നെ കൊണ്ട് കക്കാൻ പറ്റുള്ളൂ. നല്ലൊരു കൈയടി വരട്ടെ. നല്ല പാവം ഒരു കള്ളൻ. ഷാജൻ ചേട്ടാ, നന്നായിരുന്നു സ്കിറ്റ്. ഈ പറയുന്നത് പോലെ നമ്മൾ ഈ അടുത്ത് പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ ക്രിമിനൽസിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ
അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സേഫ്റ്റി നോക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ അടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് വളരെ റിലേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ തമാശകളുടെ കുറവുണ്ടായിരുന്നു പ്രതിഭെ. നമ്മുടെ കഴിഞ്ഞ സ്കിറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും കുറേ അല്ലേ തമാശകൾ വളരെ കുറവായിട്ട് തോന്നി. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം അതൊക്കെ നന്നായിട്ട് വരിക. നിങ്ങൾ 3 പേരും നല്ല പെർഫോമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്നും കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം കുറച്ചൊക്കെ തമാശകളുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക, സത്യത്തിൽ ഇതൊരു കോമഡി ഉള്ളൊരു സ്കിറ്റായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു ചെറിയ ലഘു നാടകം കാണുന്ന പോലത്തെ ഒരു ഫീലാണ് വന്നത്. അത് തമാശ കുറഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷെ ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ള സത്യമാണ്. അത് ആർട്ടിസ്റ്റുകൾ നല്ലതായതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി കിട്ടിയത്. പക്ഷേ അത് മാത്രം നമുക്ക് പോരാ, ചിരിക്കാനൂടെ വേണം. ചിരിക്കാൻ ഇതിൻ്റെ അകത്ത് തീരെ കുറവായിരുന്നു. 3 പേരും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു. നമുക്കത് പോരാ, നല്ല തമാശയുള്ള സ്ക്രിപ്റ്റ് വേണം. നിങ്ങൾക്ക് സമയക്കുറവായിരിക്കും ചിലപ്പോൾ എഴുതിയെടുക്കാനായിട്ട്. ഞങ്ങൾ ഈ പറയുന്നതല്ലാതെ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷെ അത് മനസ്സിലാക്കിയാൽ പോരെ. ഇത് പ്രേക്ഷകരോട് പറഞ്ഞാൽ അവരത് എടുക്കൂല. അവർക്ക് വേണ്ടത് ചിരിക്കാനുള്ള അവസരമാണ്. അത് റെഡിയാക്കണം. അടുത്ത പ്രാവശ്യം അതിനു വേണ്ടി മെനക്കെടണം. ഓക്കെ. സ്ക്രിപ്റ്റ് ആരാ ചെയ്ത്? നിങ്ങൾ തന്നെയാണോ? നിങ്ങൾ തന്നെയാണോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പ്രതിഭ കേട്ടോ. താങ്ക് യു. അംബികാമ്മ? അല്ല, എനിക്കും പറയാനുള്ളത് തന്നെയായിരുന്നു. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അവർ 3 പേരും അവരുടെ 3 ക്യാരക്ടേഴ്സും മനോഹരമായിട്ട് ചെയ്തു. ആ കള്ളൻ, ആ പാവം എല്ലാം നന്നായിട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ കൊണ്ടുവരുന്ന സബ്ജക്റ്റ് അതിൻ്റെ ഒരിതുണ്ട്. സ്പീഡ്, അവരുടെ ടൈമിങ്, അതൊക്കെ നന്നായിരുന്നു. സോ മേ ബി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവർ കുറച്ചുകൂടെ പറക്കുന്ന രീതിയിൽ വരട്ടെ. അടുത്ത പ്രാവശ്യം ഓക്കെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ മാർക്സ് വാങ്ങിക്കാം. അംബികാമ്മ? ഞാനൊരു 5. 5000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 5 മാർക്ക് കൊടുക്കും. 5000. ടോട്ടൽ 10000 ആയിട്ടുണ്ട്. നസീർക്ക? ആണല്ലോ, നമുക്ക് അവിടെ കാണാം. 10000 രൂപ. അടുത്ത പ്രാവശ്യം വരുമ്പം നമുക്ക് ഉഷാറായിട്ട് വലിയൊരു തുക തന്നെ വാങ്ങിക്കാം. ഓക്കെ കേട്ടാ? അടുത്ത പ്രാവശ്യം നമ്മൾ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മളുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സോ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതെ. അടുത്ത ദിവസം ഉഷാറായിട്ട് ചിരിക്കാൻ നമ്മൾ അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരും. അപ്പോ ഗുഡ് നൈറ്റ് കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. എൻ്റെ അടുത്തൊന്നും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.